Hello everyone and welcome back. Today we are going to take up a topic from Advanced Accounting for CA Intermediate students, which is NBFC, Non-Banking Financial Companies. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ചെറുതായിട്ടൊരു ഡിസ്കഷൻ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു ദാറ്റ് NBFCയിൽ നിങ്ങൾ ബാങ്കിങ്ങിൽ പഠിച്ച കുറച്ചൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റ് അല്ലെങ്കിൽ സാമ്യമുള്ളതായിട്ട് തോന്നാം. സോ ഓൾമോസ്റ്റ് ഒരു കമ്പാരറ്റീവ് സ്റ്റഡി പോലെ ആയിരിക്കും നമ്മൾ ഇതിനെ കവർ ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ യു ആർ thorough with ബാങ്കിങ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബാങ്കിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പഠിച്ച അഡീഷണൽ പോയിന്റ്സ് എല്ലാം പെർസെൻറ്റേജസും പ്രൊവിഷനിങ് റിക്വയർമെൻ്റ് ഒക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമൊന്ന് തറവാക്കിയിട്ട് വേണം ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാൻ. Yeah. So NBFC, let us try to understand what are those enullable. So NBFC is nothing but a company which is registered under Companies Act 1956 or 2013, and their purpose or their aim is to engage in the business of loans and advances, acquisition of shares and debentures, leasing and hire purchase, insurances and chit businesses. ചിട്ടി നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പല ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്ന കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളാണ് NBFC. Now NBFCs are kind of similar to bank itself. ബാങ്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മണി ലെൻഡിങ്ങിനും അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് മണിക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ബാങ്ക്സ് എന്ന് വെച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ്. they are mostly അല്ല they are very much structured. അതായത് അവർക്ക് ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഒത്തിരി നോംസ് ഉണ്ട്, വളരെ സമയമെടുത്താണ് ഓരോ പ്രോസസ്സിങ്ങും നടക്കുന്നത്. അപ്പോൾ പക്ഷെ എല്ലാ സമയത്തും നമ്മൾക്ക് അങ്ങനെ ഒരു റൂട്ടിൽ കൂടി പോയി ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ചെല്ലാൻ സാധിക്കാതെ വന്നെന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ if the people of our country are in need of money to do certain activities or buy certain things, വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ കാറിനോ whatever be the case, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ and they need it at a quicker pace of time, പെട്ടെന്ന് തന്നെ കിട്ടണം, അധികം ഡോക്യുമെൻറ്റേഷൻ ഒന്നും ഇല്ല. അതെന്ന് വെച്ചാൽ ഒരു ഡോക്യുമെൻറ്റും കിട്ടാതെ എന്നല്ല, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ലെങ്തി പ്രോസസ്സിലേക്ക് കൂടി കടന്നു പോവാതെ തന്നെ നമ്മൾക്ക് ആ പൈസ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിൽ ബാങ്ക് പോലെ തന്നെ എന്നാൽ കമ്പാരിറ്റീവ്ലി റിലാക്സേഷൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് NBFC. So they are ideally a company or an institution which does almost work similar to a bank, പക്ഷെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്. അതായത് റെസ്ട്രിക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രൊസീജിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടൈം നോക്കുകയാണെങ്കിൽ time to process certain things is much easier here, NBFC, and therefore the people of our country can easily approach these organizations or these institutions at the time of certain requirement of money, and they need not wait for banks to clear it out. അവിടെ കുറേ സമയം എടുക്കുമെങ്കിലും ബാങ്കിൽ നിന്ന് പൈസ കൊടുക്കും, പക്ഷെ ഇവിടെ അത്രയും സമയം എടുക്കാതെ തന്നെ നമ്മൾക്ക് അതേ കാര്യങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് NBFC ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ NBFC is similar to banks. Now let us try to understand then. Similar to bank എന്ന് പറഞ്ഞുള്ളൂ, ബാങ്ക് പോലെ തന്നെ എന്നല്ല പറഞ്ഞത്. So what are the differences between a bank and a NBFC? Yeah, the first and foremost difference is banks can accept demand deposit.
ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ബാങ്കിന് അത് ഡിമാൻഡ് ടൈപ്പിലുള്ള ഡെപ്പോസിറ്റ് ആണ്. അത് എപ്പോൾ വേണമെങ്കിലും ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് വന്ന് തിരികെ ചോദിച്ചുകൊണ്ട് പോകും. അയാൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ബാങ്ക് എന്ത് ചെയ്യണം? ആ പൈസ തിരിച്ചു കൊടുക്കണം. പക്ഷേ NBFCക്ക് ഒരിക്കലും ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോട്ട് ടു അക്സെപ്റ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. And in line with this point, we can say that banks can issue checks on themselves or clear checks on themselves. പക്ഷേ NBFC can never do that. Yeah, that is not possible. Now, since checks ഒരിക്കലും NBFCക്ക് അവരുടെ പേരിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തത് കാരണം we can ideally say that NBFCs are not a part of the payment and settlement system. Part of payment and settlement system is nothing but ഈ ചെക്സ് ഇഷ്യൂ ചെയ്യുന്നതും ചെക്സ് ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത്. അപ്പോൾ ചെക്സേ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാകുമോ NBFC? നോ. only when you issue such checks, ആ ക്ലിയറിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെയാണ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. So if that check itself is not there, we can say that it is not a part of settlement and payment system. But banks, since they issue check, they are part of this payment and settlement system. So ഈ തിയറി ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ the problem with this chapter theory is that വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ചാപ്റ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾക്ക് അത്രയും ഒന്നും ആവശ്യമില്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പം നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ഈ ചാപ്റ്റർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെട്ടിച്ചുരുക്കി we will only focus on those important areas which are going to help you understand the concept of NBFC as well as help you in solving out problems that you might get for 5 marks or 6 marks. Yeah. So we have discussed the major 3 points, and the next major difference is that deposits under അല്ലെങ്കിൽ amount that has been deposited with bank are covered under Deposit Insurance and Credit Guarantee Corporation. ഇതിൽ കവേർഡ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ ഏത് ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത്, ആ ബാങ്കിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ച് ആ ബാങ്ക് പൂട്ടി പോവുകയാണെങ്കിലോ സംതിങ് ഹാപ്പൻസ് ടു ദാറ്റ് ബാങ്ക്, our deposit is kind of safe because our deposit within the bank is all insured under DICGC. ഈ DICGC എന്ന് പറയുന്ന ഷോർട്ട് ഫോം ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബാങ്കിങ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പഠിച്ചത് തന്നെയാണ്. സോ എക്സ്പ്ലനേഷൻ വീണ്ടും തരേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അബ്രീവിയേഷൻ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. അത് എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. സോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പൈസ അല്ലെ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്സിനൊക്കെ ഈ ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പക്ഷെ NBFCയിൽ ഒരിക്കലും DICGC കവറേജ് കിട്ടില്ല. These are the major differences among a bank and an NBFC. So if you see, കുറച്ച് കാര്യങ്ങളിൽ ഡിഫറൻസ് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഇവരുടെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഓൾമോസ്റ്റ് സിമിലർ ടു വാട്ട് എ ബാങ്ക് ഡസ്, എക്സെപ്റ്റ് ദാറ്റ് there are few differences which bifurcate a bank and an NBFC. Otherwise they are almost working in similar lines of business. Yeah. ഇനി പ്രൈമറി ബിസിനസ് എന്ന് പറയുന്നത് ഫൈനാൻസ് ബിസിനസ് ആണെന്ന് എപ്പോൾ നമ്മൾക്ക് തീരുമാനിക്കാം? എങ്ങനെ നമ്മൾക്ക് തീരുമാനിക്കാം? when the most of the assets that a business has, ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന കുറേ അസറ്റ്സ് കാണും അല്ലേ? ആ അസറ്റിനെയൊക്കെ നമ്മൾക്ക് ഫിനാൻഷ്യൽ അസറ്റ് എന്നും അല്ലാത്തതെന്നൊക്കെ വിളിക്കാം. ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് അതർ അസറ്റ്സ്. ആൻഡ് a company doing certain business will earn certain income അല്ലേ? അത് ഫൈനാൻസ് ഇൻകം, അതായത് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. NBFC കൂടുതലും ചെയ്യുന്നത് പൈസ കൊടുക്കുന്നത് ലീസിങ് ആക്ടിവിറ്റി, അതായത് മണി കൊടുക്കുന്നത്, ബാങ്ക് കൊടുക്കുന്ന പോലെ തന്നെ പൈസ കടം കൊടുക്കുന്നത്
പോലത്തെ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി, ക്രെഡിറ്റ് ഫെസിലിറ്റി കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ NBFC എന്ത് തിരിച്ച് റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ദോസ് ആർ ടേംഡ് ആസ് ദ ഫൈനാൻസ് ഇൻകം. And along with this finance income, these institutions can also earn any other income. അവരുടെ ഏതെങ്കിലും ഒരു മുറി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് റെന്റൽ ഇൻകം കിട്ടുന്നുണ്ട്, വാട്ട് എവർ ബി ദാറ്റ്. സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇൻകം കൂടെ ചേരുന്നതാണ് ഒരു ബിസിനസിന്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. Now, how can you say that a business has its primary business as financial activity when the total income തന്നിരിക്കും എത്രയാണോ ഒരു ബിസിനസ് ഏൺ ചെയ്യുന്നത്, അതിൽ അവർ ഏൺ ചെയ്യുന്ന ഫൈനാൻസ് ഇൻകം ടോട്ടൽ ഇൻകത്തിന്റെ 50% അതിൽ മേലെയോ ആണെങ്കിൽ we can say that the primary activity of an organization is into financing business, അതായത് is into lending or accepting a money related ആയിട്ടുള്ള lending പ്രോസസ്സിലാണ്. And similar way, financial asset 50% of total assetനോ അല്ലെങ്കിൽ അതിന് മേലെയോ ആണെങ്കിൽ that also is another added criteria to check whether the organization is doing a business in finance nature. Yeah? ഈ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഓർത്താൽ മതി. ബട്ട് അതർവൈസ് ദീസ് പോയിന്റ്സ് ആർ pretty easy to understand. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒത്തിരി റെലവൻസ് ഒന്നും അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ അധികം വരില്ല. പക്ഷെ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. പ്രൈമറി ബിസിനസ് ഫൈനാൻസിലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. സോ നൗ വി ഹാവ് ക്വിക്ക്ലി അണ്ടർസ്റ്റുഡ് ദ definition of NBFC, what are the differences between a bank and NBFC and so on. Now let us come to the major theory discussions of this chapter. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ ഈ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, wherein we can say that NBFCs are majorly of two types. Yeah, one, NBFCs not requiring RBI registration. നമ്മൾക്കറിയാം ബാങ്കിന്റെ റെഗുലേറ്ററിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ്. അതേപോലെ തന്നെ NBFCക്കും മേജർലി അതോറിറ്റി ആയിട്ട് വരേണ്ടത് RBI ആണ്. എന്നാൽ അവിടെയും ഡിഫറൻസ് ഉണ്ട്. സോ NBFCs നമ്മൾ ആദ്യം തരംതിരിക്കുന്നത് ഈ ഒരു ബൈഫിക്കേഷൻ ബേസിസിലാണ്. NBFCs that do not require RBI registration and NBFCs requiring RBI registration. Yeah. So this is the first and foremost bifurcation. ഇനി ഏതൊക്കെയാണ് NBFCs not requiring RBI registration? അത് a few type of companies are under this category because they have a separate set of independent authority having control over them. അവർക്ക് വേണ്ടി തനിയെ ഒരു സെപ്പറേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡി ഉണ്ട് അതർ ദാൻ RBI, ഇവർക്ക് വേണ്ടി മാത്രം. അങ്ങനെയുള്ള NBFCs ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അവർക്ക് വേണ്ടി മാത്രം തുടങ്ങിയ അതോറിറ്റിയിലായിരിക്കണം ഇവർ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ആ പെർട്ടിക്കുലർ അതോറിറ്റി ആയിരിക്കും ഇവരുടെ അക്കൗണ്ട്സ് നോക്കുക അല്ലെങ്കിൽ ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ റിക്വയർമെന്റ്സ് ഒക്കെ ആക്ട് പ്രകാരം എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് NBFC കയറാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് NBFC നേച്ചറിലുള്ള ഇൻഷുറൻസ് കമ്പനി അതിന് ഒരിക്കലും RBI രജിസ്ട്രേഷൻ ആവശ്യമുള്ള കാറ്റഗറിയിലെ NBFC അല്ല. വൈ? ബിക്കോസ് ഇൻഷുറൻസ് കമ്പനീസ് ആർ സെപ്പറേറ്റ്ലി റെഗുലേറ്റഡ് ബൈ IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി. അവർ സെപ്പറേറ്റ്ലി ഇൻഷുറൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു അതോറിറ്റി ഉണ്ട്. അപ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരും? RBI രജിസ്ട്രേഷൻ വേണ്ടാത്ത NBFC കാറ്റഗറിയിൽ വരും. ഇതേപോലെ ചിറ്റ് ഫണ്ട്സ്, അത് ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്സോ ഏത് ബോഡിയാണോ അവർക്ക് ഒരു സെപ്പറേറ്റ് റെഗുലേറ്ററി ബോഡി കാണും. ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസ്, നാഷണൽ ഹൗസിംഗ് ഫൈനാൻസ് കോർപ്പറേഷൻ, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ്
NBFCs അവർക്ക് സെപ്പറേറ്റ്ലി അവരുടെ തന്നെ ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ബോഡി ഓഫ് റെഗുലേറ്ററി ബോഡി ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള എല്ലാ NBFCസും will be under RBI registration. Sorry, not requiring RBI registration. Then what are under NBFCs requiring RBI registration? All other type of NBFCs. Example, asset finance company, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ഇതിൻ്റെ ഒക്കെ തിയറി നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് റീഡ് ഇറ്റ്. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓൺലി ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ചാപ്റ്റർ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് റിക്വയർഡ് ഇൻ മച്ച് ഡീറ്റെയിൽ. അപ്പോൾ അത് കൂടുതൽ വായിച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വേൾഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾക്കത് യൂസ് ചെയ്യാം. പക്ഷേ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ ചാപ്റ്റർ അത്രയും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും അല്ല. സോ ദർ ഈസ് നോ പോയിന്റ് സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഇൻ decoding or understanding all these theories. അതുകൊണ്ടാണ് നമ്മൾക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ വായിച്ചോളാം ഞാൻ പറഞ്ഞത്. So if you are interested you can go ahead and read the contents of all these different companies. പക്ഷെ നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇതിൻ്റെയൊക്കെ കാറ്റഗറിയുടെ പേരുകളോ അല്ലെങ്കിൽ ഈ ഒരു മേജർ ബൈഫിക്കേഷനൊക്കെ ആവശ്യമുള്ളൂ. സോ അത്രയും കൊണ്ട് മാത്രം നമ്മൾ ഡിസ്കഷൻ നിർത്തുകയാണ്. ഇല്ലെങ്കിൽ ഈ ചാപ്റ്റർ വളരെ വലിയൊരു ചാപ്റ്ററായിട്ട് എടുക്കേണ്ടിയും വരും. അത്ര വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും അല്ല. അപ്പോൾ ഇറ്റ് മൈറ്റ് ബി വി ആർ വേസ്റ്റിംഗ് ടു മച്ച് ഓഫ് ടൈം ഇൻ അൺവാണ്ടഡ് theory discussion which is not relevant from an exam point of view. Yeah? ലോൺ കമ്പനി ആൻഡ് സോ ഓൺ. നിങ്ങൾക്ക് കുറേയൊക്കെ ടെക്സ്റ്റിൽ നിന്ന് ഈ ഒരു ഡിസ്കഷൻസ് ഒക്കെ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ NBFCs ആണ് രജിസ്ട്രേഷൻ വേണ്ടതെന്നൊക്കെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ സെപ്പറേറ്റ് റെഗുലേറ്ററി ബോഡി ഉണ്ടെങ്കിൽ ആ NBFCസിനൊന്നും RBI രജിസ്ട്രേഷൻ വേണ്ട. അതല്ലാതെ ഉള്ള NBFCs ആണെങ്കിൽ RBI രജിസ്ട്രേഷൻ വേണ്ടതാണ്. Yeah, that is clear, I believe. Then now the next important, അപ്പോൾ ഇത്രയും bifurcation മനസ്സിലായി കഴിഞ്ഞാൽ then to go ahead and solve certain problems and to go ahead further we are going to concentrate in this part wherein NBFCs requiring RBI registration. അതിനെ നമ്മൾ മേജർലി വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കും. Two major bifurcations. First is NBFCs that are deposit taking. ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്ന NBFC ആണെങ്കിൽ അതിന് ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നത് NBFC-D എന്നാണ്, ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നത്. രണ്ടാമത്തേത് അപ്പോൾ എന്തായിരിക്കും? നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ്. Now, NBFC non-deposit taking are further divided into two categories. What are they? One is NBFC non-deposit taking, but systematically non-deposit ND sorry, but systematically important. Yeah? NBFCs non-deposit taking systematically important. Sorry, systemically important. Yeah. So the other one will be NBFCs under non-deposit taking category, which are non-systemically important. Yeah. NBFCs non-deposit taking, non-systemically important. ഇത് നല്ലപോലെ ഓർത്തിരിക്കേണ്ട ഒരു ചാർട്ടാണ്. ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പല ഏരിയാസിലും നമ്മൾ ബൈഫിക്കേഷൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് based on these differences ആയിരുന്നു. So how do you identify whether an NBFC which is non-deposit taking is systemically important or not? Systemically important ആകണമെങ്കിൽ അവരുടെ assets should be greater than or equal to 500 crore.
Yeah, അപ്പോൾ നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCs ആണെങ്കിലോ assets should be less than 500 crore. Yeah. But exam point of view, you might not be asked to find out whether an NBFC is systemically important or non-systemically important based on this calculation. പക്ഷേ സിസ്റ്റമിക്കും നോൺ സിസ്റ്റമിക്കും എന്താണ് അതിൻ്റെ ഡിഫറൻസ് വരാനുള്ള ക്രൈറ്റീരിയ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പക്ഷെ ഇത് കണ്ടുപിടിക്കും 500 താഴെയാണോ എന്നിട്ട് SI ആണോ NSI ആണോ എന്ന് കണ്ടുപിടിക്കാനൊന്നും ചോദിക്കുന്നതല്ല. പക്ഷെ യു വിൽ ഹാവ് ടു നോ ഇറ്റ് ബിക്കോസ് ലേറ്റർ ഓൺ SI കാറ്റഗറിയിലുള്ള സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിലുള്ളതിന് ഇതൊക്കെയാണ് നോംസ് എന്ന് നമ്മൾ പഠിക്കും. നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റിന് NBFCയിൽ ഇതൊക്കെയാണ് നോംസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ ആ ബൈഫിക്കേഷൻ പേരിലും അറിഞ്ഞിരിക്കണം ഏത് റീസൺ വെച്ചിട്ടാണ് ഈ ഡിഫറൻസിയേഷൻ നടക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മേജർ ചാർട്ട്സ് അണ്ടർ NBFC chapter. NBFC is requiring RBI registration. Yeah. So let's now move on to the next important theory that we should know, which is nothing but നെറ്റ് ഓൺഡ് ഫണ്ട്സ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എഴുതാനൊന്നും പറയാത്തത്. ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ ജിസ്റ്റ് ഓഫ് വാട്ട് ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ദാറ്റ് യു ഷുഡ് നോ അണ്ടർ ദിസ് ചാപ്റ്റർ. ആ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഒക്കെ ടെക്സ്റ്റിലുണ്ട്. പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്നത് കൺസൈസ് ആയിട്ടുള്ള, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൈസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ചാപ്റ്റർ ഒന്ന് റൺ ത്രൂ ചെയ്യണമെങ്കിൽ ഇവിടെ പറയുന്ന ഈ പോയിന്റ്സ് നിങ്ങളുടെ നോട്ടിൽ ചെറിയ രീതിയിൽ എഴുതിയെടുത്താൽ നന്നായിരിക്കും. Yeah, but all these what we are going to discuss are from the text only. Yeah, so I have the text also with me opened. That is taken from the Institute Study Material list. So first നമ്മൾ ഇനി പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലേ വേർഡ് ആണ് നെറ്റ് ഓൺഡ് funds. So net owned funds പഠിക്കുന്നതിന് മുന്നേ let us understand what are owned funds. Owned funds are nothing but നമ്മൾ ഓൺ ചെയ്യുന്ന പ്രൈമറി ആയിട്ടുള്ള ക്യാപിറ്റൽ. ഈ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി ബാങ്കിങ്ങിൽ പഠിച്ചതാണ്. ടയർ 1 അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഓൺഡ് ഫണ്ട് എന്ന് പറഞ്ഞല്ലേ, അത് തന്നെയാണ് ഇവിടെയും. ഓൺ ഫണ്ട്സ് ആർ നത്തിങ് ബട്ട് ഇക്വിറ്റി ബേസ്ഡ് majorly. Yeah, equity based. So അതിൽ വരാൻ പോകുന്നത് ഓൺഡ് ഫണ്ട്സിൽ വരാൻ പോകുന്നത് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ കമ്പൽസറിലി കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓൺഡ് ഫണ്ട്സ് ആണ്, നമ്മൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് വരും? ഫ്രീ റിസർവ്സ് വരും. ദെൻ യു ഹാവ് ഷെയർ പ്രീമിയം. You also have capital reserves, but only that extent of capital reserve which are realized in cash. റിയലൈസ്ഡ് ആയിട്ടുള്ള ഇൻ ക്യാഷ് തന്നെയുള്ള ബാങ്കിൽ റിയലൈസ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ക്യാപിറ്റൽ റിസർവ് മാത്രം നമ്മൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് റെഡ്യൂസ് ഇറ്റ് ബൈ റീവാലുവേഷൻ റിസർവ്. നമ്മൾ വെറുതെ റീവാല്യൂ ചെയ്യാൻ വേണ്ടി അസറ്റ് ഇൻക്രീസ് ആവാൻ വേണ്ടി ഒരു റീവാലുവേഷൻ റിസർവ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്രീസിയേഷന് വേണ്ടി മാത്രം അത് എലിമിനേറ്റ് ചെയ്യും. പിന്നെ എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യണം? യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ബാങ്കിങ് കമ്പനി ചാപ്റ്ററിൽ. അവിടെ നമ്മൾ ടയർ 1 പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അക്യുമുലേറ്റഡ് ലോസസ് കുറയ്ക്കുക, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. എവറിത്തിങ് ഇസ് സെയിം. വീണ്ടും ഞാൻ എഴുതുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. So once you arrive at this
statement or arrive at the answer after working out all these points, you will get the owned fund. അപ്പോൾ ഇതാണ് owned fund. Yeah. Let me just see if I can relate it to the banking company chapter, or quickly show you that part. I did not have it written here, but I believe we had discussed it on the Tier 1 capital. If you can see this. ഈ Tier 1 പറയുന്നത് തന്നെയാണ് നമ്മൾ തൊട്ടപ്പുറത്തും എഴുതിയിരിക്കുന്നത്. തൊട്ടപ്പുറത്തെന്ന് പറഞ്ഞത് NBFC-യിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ Tier 1 തന്നെയാണ്. ഇതിൽ അഡീഷണലി 2 പോയിന്റ്സും കൂടെ വന്നിട്ടുള്ളതേ ഉള്ളൂ. 2 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് ഹയർ ബാങ്കിങ്ങിൽ നമ്മൾ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സിൻ്റെയും എമൗണ്ട് ഇവിടെ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഈ ക്യാപിറ്റൽ റിസർവ് ഇവിടെ കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് റിയലൈസ്ഡ് ഇൻ ക്യാഷ് എന്ന് സ്പെസിഫിക്കലി എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഈ റീവാലുവേഷൻ റിസർവിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ക്യാപിറ്റൽ റിസർവ് അല്ലേ. റിവാലുവേഷൻ റിസർവ് ഒരിക്കലും റിയലൈസ് ചെയ്തതല്ല, നമ്മൾ വാല്യൂ ചെയ്തപ്പോൾ അപ്രീസിയേഷൻ കണ്ട് മിയർലി ബുക്ക് എൻട്രി വരുത്തിയതാണ്. അപ്പോൾ ഈ റീവാലുവേഷൻ റിസർവ് ഒരിക്കലും റിയലൈസ്ഡ് ഇൻ ക്യാഷ് അല്ല. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ടെക്സ്റ്റിൽ ഇവിടെ പറയുന്നുണ്ട് ക്യാപിറ്റൽ റിസർവ്സ് റെപ്രസെൻറ്റിംഗ്, പേജ് നമ്പർ 9.13, capital reserves representing surplus arising out of sale proceeds of asset excluding reserves created by revaluation of asset. അപ്പോൾ ഈ ക്യാപിറ്റൽ റിസർവ് അസറ്റിൻ്റെ സെയിലിൽ നിന്ന് വന്ന ആ ഒരു പോർഷൻ മുഴുവൻ ട്രീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ അതിൽ നിന്ന് റീവാലുവേഷൻ റിസർവ് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി റിയലൈസ്ഡ് ഇൻ ക്യാഷ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഈ റീവാലുവേഷൻ റിസർവ് പിന്നെയും കുറയ്ക്കേണ്ട ഒരു കാര്യം ഇല്ല. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു സെന്റൻസ് അങ്ങോട്ട് മാറ്റുകയാണ്. ദിസ് എക്സ്പ്ലനേഷൻ യു ക്യാൻ സേ ദാറ്റ് ക്യാപിറ്റൽ റിസർവ്സ്, ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ യു ക്യാൻ സേ ദാറ്റ് ക്യാപിറ്റൽ റിസർവ്സ് റിയലൈസ്ഡ് ഇൻ ക്യാഷ് എന്നാണ്. So this is nothing but owned funds, and it is similar to Tier 1 of banking company. So please try to relate and study. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു പ്രാവശ്യം ഈ ഒരു ഫോമാറ്റ് ഓൺഡ് ഫണ്ട്സിനുള്ള Tier 1 പഠിച്ചാൽ മതി. അതിലുള്ള ഡിഫറൻസ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ 2 ചാപ്റ്ററിലെ ഒരേ കാര്യം ഒരേപോലെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ you can apply in both the chapters. അപ്പോൾ കുറച്ചും കൂടി ഈസി ആവും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ. So this is owned funds. Now we have to know what is net owned funds. ഈ കിട്ടിയ owned fundsൽ നിന്ന് if you reduce investment in shares of subsidiary or other investments, subsidiaries or outstanding debentures, other loans and advances, അതായത് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്വന്തം ക്യാപിറ്റൽ ഇഫ് വി ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ നമ്മളുടെ തന്നെ സബ്സിഡിയറിയിലോ അസോസിയേറ്റിലോ ജോയിൻറ്റ് വെഞ്ചറിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും ഡിബെഞ്ചറിലോ ലോൺസ് ആൻഡ് അഡ്വാൻസസോ ആയിട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിലോ വിത്ത് ദോസ് സബ്സിഡിയറീസ്
അതായത് നമ്മളുടെ തന്നെ ബിസിനസിന്റെ ഗ്രൂപ്പ് കമ്പനിയുടെ മെയിൻ ഭാഗമായ വേറെ ചെറിയ ചെറിയ കമ്പനികളിൽ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വന്ന എവിടെ നിന്നായിരിക്കും? നമ്മളുടെ ഈ ക്യാപിറ്റലിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ് ടു റെഡ്യൂസ് ദാറ്റ് പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഓൺഡ് ഫണ്ട്സ്. പക്ഷെ ഡയറക്ട്ലി ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, പകരമോ ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ എത്രയാണോ അത് കണ്ടുപിടിച്ചിട്ട് യു റെഡ്യൂസ് only that portion which has to be as reduced by 10% of own funds. That assuming owned funds 1000 രൂപയാണെന്ന് വെക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ഓഫ് സബ്സിഡിയറീസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ സബ്സിഡിയറിയിലെ ജോയിന്റ് വെഞ്ചറിലോ മറ്റേതെങ്കിലും ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് 200 രൂപയാണെന്ന് വെക്കുക. സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ കുറയ്ക്കേണ്ടത് 200 നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കാം, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തോന്നും അല്ലെ. പക്ഷെ ഇവിടെ 200 അല്ല കുറയ്ക്കേണ്ടത്. യു ഹാവ് ടു കൺസിഡർ ഇന്നർ കോളത്തിൽ വേണം ഈ 200 കൺസിഡർ ചെയ്യാം, ബിക്കോസ് ദാറ്റ് റെപ്രസെന്റ്സ് ഓൺലി ദ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനി ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ എത്ര കുറയ്ക്കണം? വി ഹാവ് ടു റെഡ്യൂസ് an amount equal to 10% of owned funds. ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഓൺഡ് ഫണ്ട്സിന്റെ 10% കുറച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ആയിരിക്കണം ആക്ച്വൽ ഓൺ ഫണ്ടിൽ നിന്ന് കുറച്ച് നെറ്റ് ഓൺ ഫണ്ട്സിലേക്ക് നമ്മൾ എത്താൻ. സോ വിച്ച് മീൻസ് 200 ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, 10% ഓഫ് ഓൺ ഫണ്ട്സ് എത്രയുണ്ട്? 1000 into 10%, 100 rupees. So total investment 200 നിന്ന് ഈ 100 കുറച്ച് കഴിഞ്ഞിട്ട് നെറ്റ് ഫിഗർ ആയ 100 മാത്രമായിരിക്കണം യു ഹാവ് ടു അഡ്ജസ്റ്റ് ഫ്രം ഓൺഡ് ഫണ്ട്സ് ടു അറൈവ് അറ്റ് നെറ്റ് ഓൺഡ് ഫണ്ട്സ്. അതായത് കൈൻഡ് ഓഫ് ഇന്റർലിങ്ക്ഡ് ഒരു ഫോർമുലയാണ്. ഓൺഡ് ഫണ്ട്സ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിൽ നിന്ന് കുറയ്ക്കേണ്ട ഒരു എമൗണ്ട് വിൽ ബി അറൈവ്ഡ് ഓൺലി ആഫ്റ്റർ അഗൈൻ ടേക്കിംഗ് അപ്പ് 10% ഓഫ് ദ സ്പേസ് ഓഫ് നെറ്റ് ഓൺ ഫണ്ട്. അപ്പോൾ ഈ തിയറി എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ വഴി പറഞ്ഞത്. നെറ്റ് ഓൺ ഫണ്ട് 1000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ തന്നെ സബ്സിഡിയറിയിലെല്ലാം കൂടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 200 രൂപയാണെങ്കിൽ നെറ്റ് ഓൺഡ് ഫണ്ട് എത്രയായിരിക്കണം? ഓൺഡ് ഫണ്ടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, നെറ്റ് ഓൺ ഫണ്ട്സ് കണ്ടുപിടിക്കാം. That will be 1000. But how much investment should you reduce? Investment should be reduced only to the extent of that amount reduced by 10% of own funds. Actual investment in own fund 10% കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നെറ്റ് ഓൺ ഫണ്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഓൺ ഫണ്ട്സ് ആൻഡ് നെറ്റ് ഓൺ funds. Very important topic, and this can be easily remembered if you correctly have understood financial statement of banking company. നമ്മൾ പഠിച്ച ടയർ 1 ക്യാപിറ്റൽ ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കലക്ട് ചെയ്യാവുന്ന ഒരു പോർഷനാണ്. ഇനി നെറ്റ് ഓൺ ഫണ്ട്സ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഫോർമുല വഴി അറൈവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ആസ് പെർ for the NBFC, the minimum net on fund that a new company has to have in order to commence business as an NBFC is 200 lakhs. അപ്പോൾ മിനിമം ഈ നെറ്റ് ഓൺ ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചത് 200 ലക്ഷം ആയാൽ മിനിമം അത്ര ഉണ്ടെങ്കിൽ മാത്രമേ NBFC ആയിട്ട് നമ്മൾക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. സോ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് is covered. Now let us move on to the next important topic, which is which is income recognition.
income recognition is similar to ബാങ്കിങ് കമ്പനിയിൽ നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു ഇൻകം റെക്കഗ്നീഷൻ ബാങ്കിങ് കമ്പനിയിൽ പഠിച്ചത്? ഇഫ് ആൻ അസറ്റ് ഇസ് പെർഫോമിംഗ് അസറ്റ് ആൻഡ് ഇഫ് ആൻ അസറ്റ് ഇസ് നോൺ പെർഫോമിംഗ് അസറ്റ്. ഒരു അസറ്റ് ആ കമ്പനിയുടെ പെർഫോമിംഗ് അസറ്റ് ആണ് എങ്കിൽ അതിന്റെ അർത്ഥം ഡീഫോൾട്ട് ഒന്നും നടക്കാതെ കറക്റ്റ് ആയിട്ട് EMI കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് ജനറേറ്റ് ആവേണ്ട ഇൻകവും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പെർഫോമിംഗ് അസറ്റ്. Now how will you record or recognize income of a performing asset? Income is recognized as and when earned. ഏൺ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ അതേ അസറ്റ് NPA ആയി മാറിക്കഴിഞ്ഞാലോ ഇൻകം വിൽ ബി റെക്കഗ്നൈസ്ഡ് only on ക്യാഷ് ബേസിസ്. സെയിം തിങ് ആണ് നമ്മൾ ബാങ്കിങ് കമ്പനിയിലും പഠിച്ചത്. ഇവിടെയും അത് തന്നെയാണ്, നോ ഡിഫറൻസ്. സോ വേർ ഡസ് ദ ഡിഫറൻസ് കം ഇൻ? ദ ഡിഫറൻസ് കംസ് ഇൻ in comparison to banking company in the area of defining an asset as NPA. എപ്പോഴാണ് ഒരു അസറ്റിനെ NPA എന്ന് വിളിക്കുന്നതിന്റെ ആ ഡെഫിനിഷനിലാണ് നമ്മൾക്കൊരു ചേഞ്ച് ഉള്ളത് when you compare banking company and NBFC. But otherwise the norms for income recognition is same for banking company and NBFC. Yeah. So now we have to understand when does an asset become performing or when does an asset become non-performing asset. Yeah. So adana ഏത് type of asset ആണെങ്കിലും അസറ്റിന്റെ ബൈഫിക്കേഷൻ ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആണോ അല്ലെങ്കിൽ ടേം ലോൺ ആണോ? അതുകൊണ്ടാണ് ഞാൻ ഏത് അസറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞത്. ആ ബൈഫിക്കേഷൻസിലേക്ക് പോകാഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ ലെങ്തി ആയി പോകും. So therefore any asset category, how do you say that it is an NPA? അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസത്തിന് മേലെയായി, അതായത് ഓവർ ഡ്യൂ ആയിട്ട് 3 മാസത്തിന് മേലെയായെങ്കിൽ you can say that it is an NPA. And when it is an under which type of NBFC will that 3 months be applied? ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിലും നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഈ ബൈഫിക്കേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഏത് ബൈഫിക്കേഷൻ? RBI രജിസ്ട്രേഷൻ വേണ്ട NBFCയുടെ മെയിൻ ബൈഫിക്കേഷൻ. അതിൽ NBFC ഡെപ്പോസിറ്റ് ടേക്കിങ്ങും സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിങ്ങും ഓൾമോസ്റ്റ് എപ്പോഴും നോംസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പം ഏതിനായിരിക്കും നോംസ് വ്യത്യാസം ഉണ്ടാവുക? റിക്വയറിങ് RBI രജിസ്ട്രേഷനിൽ നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് ഇവർ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചേഞ്ച് എങ്കിലും വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ പല കാര്യങ്ങൾക്കും കാണാൻ പോകുന്നത്. So even though bifurcation wise deposit taking non-deposit taking ആയിട്ട് നമ്മൾ തരം തിരിച്ചെങ്കിലും norms applicable to NBFCs പറയുമ്പോൾ ഡെപ്പോസിറ്റ് എടുക്കുന്ന D കാറ്റഗറിയിലുള്ളതും NDSI സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NBFCസിനും ഓൾമോസ്റ്റ് എല്ലാ നോംസും തന്നെ സെയിം ആണ്. അതുകൊണ്ട് നോംസ്, അതായത് ഇൻകം റെക്കഗ്നീഷൻ എങ്ങനെ നടത്തണം, പ്രൊവിഷനിങ് റിക്വയർമെന്റ് എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ ക്ലബ് ചെയ്യുന്നത്. അതായത് ഈ ഒരു എഴുതിയിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിന് കുറച്ച് മാറ്റം വരും. ആ മാറ്റം വരുത്തുന്നത് നമ്മൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കും നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ കോമൺ ആയതിനെ ഒരുമിച്ചൊന്ന് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ ചെയ്യുന്നത്. So coming back to our discussion, every asset will become an NPA. ഏത് ടൈപ്പ് ഓഫ് അസറ്റ് ആണ് ആ NBFC കൊടുത്തിരിക്കുന്നതെങ്കിലും, ഏത് ടൈപ്പ് ഓഫ് ലോൺ എഗ്രിമെന്റ് ആണ് നടത്തിയിരിക്കുന്നതെങ്കിലും അത് NPA എപ്പോഴാകും? വെൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഓവർ ഡ്യൂ ആയിട്ട് 3 മാസമോ അതിൽ കൂടുതലോ ആയെങ്കിൽ. അണ്ടർ വിച്ച് കാറ്റഗറി? അണ്ടർ ഓൾ ദോസ് NBFCs who are deposit taking and NBFCs non-deposit taking.
but which are systemically important. Yeah, I hope that is clear. So what is the other category left out which will have a different set of norms? Non-systemically important NBFCs. ക്ലിയർ ആയല്ലോ? ഈ തരം തിരിച്ച് ബൈഫിക്കേറ്റ് ചെയ്ത് ക്ലബ് ചെയ്തിരിക്കുന്ന നമ്മളുടെ നോംസ് സെയിം ആയിട്ടുള്ളതും അപ്പോൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എളുപ്പം ഓർത്തിരിക്കാനും വേണ്ടിയാണ്. സോ NPA ആവുന്നത് എപ്പോഴാണ്? എനി അസറ്റ് ടൈപ്പ് NBFC ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആണെങ്കിലും നോൺ ഡെപ്പോസിറ്റ് സിസ്റ്റമിക്കലി ടേക്കിംഗ് ആണെങ്കിലും 3 months or more. ഇനി ഞാൻ ഇവിടെ എഴുതുന്ന ഈ ഡേറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന പല പെർസെൻറ്റേജസും പല ചേഞ്ചസും ആർ ഓൾ ആപ്ലിക്കബിൾ ആസ് ഓൺ 31st March 2018. 31 മാർച്ച് 2018 തൊട്ട് വന്ന ചേഞ്ചസ് ആണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുൻപുള്ള എഡിഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ ചേഞ്ച് കണ്ടെന്നിരിക്കാം. പക്ഷെ ആ ചേഞ്ച് എല്ലാം അമെൻഡ് ചെയ്ത് പുതിയ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊള്ളുക. So all asset category will either be will be treated as an NPA if it is defaulted for more than 3 months or up to 3 months അല്ലെങ്കിൽ 3 monthsന് മേലെ ആയി കഴിഞ്ഞാൽ. In any category of asset it will be termed as an NPA if it is under non-systemically NBFC ആണെങ്കിൽ NPA ആകാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 6 months or more എന്ന് പറയുന്ന കാറ്റഗറിയാണ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. 9.23 and 24 NPA കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് പോയിന്റ് ഞാൻ പറഞ്ഞത്. ഒത്തിരി അസറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അസറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് which has remained overdue for a period of 6 months. ഇവിടെയൊക്കെ 6 months ആണ് പറയുന്നത്. ഈ 6 monthsന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് പണ്ടത്തെയാണ്, റിവൈസ്ഡ് അല്ല. 31st March 2018 ഇതെല്ലാം 3 months ആയി. യു ക്യാൻ സീ ദ നോട്ട് ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ ആദ്യം തന്നിരിക്കുന്നത് പഴയ അമെൻമെന്റ് വരുന്നതിന് മുൻപുള്ളതാണ് തന്നിരിക്കുന്നത്. അമെൻമെന്റ് വന്നു കഴിഞ്ഞാൽ അതൊരു നോട്ടാക്കിയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. So make sure 31st March 2018 തൊട്ട് ഡെപ്പോസിറ്റ് ടേക്കിങ്ങിനും സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCക്കും അസറ്റ് എപ്പോഴാണ് NPA ആവുന്നത്? 3 മാസമോ അതിൽ കൂടുതലോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കിട്ടാതായി കഴിഞ്ഞു. ഇനി നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി 6 months. അത് എപ്പോഴും 6 months ആയിരിക്കും. ഇനി ഈ 6 monthsന്റെ കാര്യമൊക്കെ നമുക്ക് പറയാം. ഇവിടെ തന്നിരിക്കുന്ന ഈ 6 months ഒക്കെ ആക്ച്വലി ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ആക്ച്വലി ആ 6 months ഒക്കെ വന്നിരിക്കുന്നത് എന്നത്തെ ആയിരുന്നു? ഇറ്റ് വാസ് ആസ് ഓൺ 31st March 2015. അത് കഴിഞ്ഞ് ഓരോ വർഷം ചെല്ലും തോറും RBIക്ക് തോന്നി NBFC ബുക്സിൽ ഒത്തിരി മാസം 6 മാസവും ഒക്കെ കഴിഞ്ഞിട്ടാണ് NPA ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് അവരുടെ പ്രസന്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത്ര ക്ലിയർ അല്ല. അത് നഷ്ടത്തിലാണോ എന്ന് അറിയണമെങ്കിലോ അല്ലെങ്കിൽ എത്ര NPA ഉണ്ടെന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം പോയി കാണും അല്ലേ? കാരണം ബാങ്കിന് 3 മാസമാണ് അല്ലെ 90 ദിവസമാണ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ NBFCs വളരെ വലിയൊരു കാലാവധി കൊടുത്തിട്ടുണ്ട് ഈ NPA റെക്കഗ്നേഷൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രസന്റ് ചെയ്യുന്ന പിക്ചറും കറക്റ്റ് ആയിരിക്കില്ല. അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാൻ ലേറ്റ് ആവും. അതുകൊണ്ട് RBI എന്ത് ചെയ്തു? പതുക്കെ ഇതിനെ ബാങ്ക് പോലെ ആക്കാൻ ശ്രമിച്ചു. അതായത് ബാങ്കിന്റെ അതേ നോംസിലേക്ക് തന്നെ എത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ അമെൻമെന്റ് 2015 തുടങ്ങി 2018 ആയപ്പോൾ എന്ത് സംഭവിച്ചു? ബാങ്ക് പോലെ തന്നെയായി. ബാങ്കിലും 90 days 3 months എന്ന് നമ്മൾ പറയുന്നു, ഇവിടെയും 3 months എന്ന് പറയുന്നതിലേക്ക് എത്തി. But when did we reach on that uniform base? Only on 31st March 2018.
അപ്പോൾ 2015 ആക്ച്വലി 6 months ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, 2016 എത്തിയപ്പോൾ അവർ അതിൽ നിന്ന് ഒരു മാസവും കൂടെ കുറച്ചു. 5 months അല്ലെങ്കിൽ അതിന് മേലെയാണെങ്കിൽ NPA ആകാവുന്നതായി. 2017 എത്തിയപ്പോൾ 4 മാസം അല്ലെങ്കിൽ അതിന് മേലെ എന്ന് പറഞ്ഞെത്തി. അങ്ങനെ 2018 വന്നപ്പോൾ അമെൻമെന്റ് ഓരോ മാസവും മാറ്റി മാറ്റി വന്നത് 2018 മാർച്ച് എത്തിയപ്പോൾ എന്തിലേക്ക് എത്തി, ബാങ്കിന്റെ സെയിം പൊസിഷനായ 3 months or more NPA ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ക്രൈറ്റീരിയയിലേക്ക് എത്തി. Yeah, this all I'm talking about only deposit taking and non-deposit systemically important NBFCs. Yeah, not about non-systemically important. Non-systemically important 6 months തന്നെയാണ്. ഇനി ഈ അസറ്റ്സിൽ ഏത് അസറ്റ് ആണെങ്കിലും നമ്മൾ ഏത് അസറ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ, അതിലൊരു ചെറിയ ബൈഫിക്കേഷൻ പണ്ട് കാണാമായിരുന്നു, വിച്ച് വാസ് ഇൻ റിഗാർഡ് ടു ലീസിംഗ് അസറ്റ്സ് ആൻഡ് ഹയർ പർച്ചേസ് അസറ്റ്. അതായത് NBFC കൊടുത്തിരിക്കുന്ന അസറ്റ് ഇസ് ഇൻ ദ നേച്ചർ ഓഫ് ലീസിങ്ങിന് വേണ്ടി കൊടുത്തതോ ഹയർ പർച്ചേസിന് വേണ്ടി കൊടുത്തതോ ആണെങ്കിൽ അവിടെ നമ്മൾ പണ്ട് 2015 നോക്കിക്കൊണ്ടിരുന്നത് 12 months or above എന്നുള്ളതായിരുന്നു 2015. But that also again came down to 3 months or more for deposit taking and systemically important non-deposit taking NBFCs. So in short, deposit taking systemically importantly ഏത് ടൈപ്പ് ഓഫ് അസറ്റ് ആണെങ്കിലും 3 മാസം അല്ലെങ്കിൽ അതിന് മേലെ എന്ന് നിങ്ങൾ ഓർത്താൽ മതി. പക്ഷെ നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ലീസിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ലെൻഡിങ് അസറ്റിനും ഹയർ പർച്ചേസ് ഫെസിലിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നതിനും മാത്രം 12 months or more വേണം ചെക്ക് ചെയ്യാൻ for it to become an NPA if the NBFC is an NSI, non-systemically important non-systemically important NBFCs. Let me just see point number G once again. Please hold on. ലീസിംഗ് അസറ്റ് ആൻഡ് ഹയർ പർച്ചേസ്, അതായത് ലീസിംഗ് റെന്റൽസും ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ്സും ആണെങ്കിലും 2018 തൊട്ട് 31st March 2018 തൊട്ട് 3 months or more ആണ്. അതിനു മുൻപ് ലീസിംഗ് അസറ്റ് ആൻഡ് ഹയർ പർച്ചേസ് വാസ് 2017 എൻഡിൽ 6 months അതിനു മുൻപ് 2016 വരെ 12 months ആയിരുന്നു. 12 months കഴിഞ്ഞിട്ട് ആണ് അത് 6 months പിന്നീട് 3 മാസം. അപ്പോൾ കറന്റ്ലി 3 months ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഗിവൻ ഇൻ പേജ് നമ്പർ 9.24 അണ്ടർ കാറ്റഗറി ജിയിലെ നോട്ടിൽ തന്നിട്ടുണ്ട്. പക്ഷെ നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിൽ അതിനിപ്പോഴുള്ള എമൗണ്ട് അല്ലെങ്കിൽ എത്ര നാളാണ് NPA ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. സോ ദെയർഫോർ ഐ എം ഗോയിങ് ടു ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. 3 months തന്നെ എടുക്കുകയാണ്, അതിനെക്കുറിച്ച് സ്പെസിഫിക്കലി ഒന്നും പറയാത്ത സ്ഥിതിക്ക്. Yeah. So this is the chart for finding out whether an asset is NPA or not. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം is relevant as on 31st March 2018 ആണ്. ഇത് പുതിയ അമെൻമെന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം. 6 months എന്നായിരിക്കും വന്നിരിക്കുന്നത്. പുതിയ എഡിഷനിലാണ് അവരെ നോട്ട് പോലെ ആഡ് ചെയ്ത് 3 months എന്നുള്ള കാര്യമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. സോ 3 months ആണ് നിങ്ങൾ റെലവെന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. കറന്റ്ലി ഇറ്റ് ഇസ് that rate. So once we have now understood the NPAs, let us quickly understand the type of assets. ഓരോ അസറ്റിനെയും നമ്മൾക്ക് ഒന്ന് തരം തിരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പായ പ്രൊവിഷനിങ്ങിലേക്ക് കടക്കാം. So the next part is asset classification. Asset classification, which is in similar lines to what we have learned in banking company. Similar to banking company, which are assets are classified into major 2 heads. എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ പെർഫോമിംഗ് അസറ്റും നോൺ പെർഫോമിംഗ് അസറ്റും. ഈ പെർഫോമിംഗ് അസറ്റിനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് ബാങ്കിങ്ങിലും നമ്മൾ ചെയ്യുന്നത്.
അത് തന്നെയാണ് NBFCയിലും വരുന്നത്. NPA-നെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കും. വാട്ട് ആർ ദേ? വൺ ഇസ് substandard asset, the next one was doubtful asset, and the third one was loss asset. Yeah, so I hope it is clear. ഇത് തന്നെയാണ് ബാങ്കിങ്ങിലും പഠിക്കാനുള്ളത്, ഇവിടെയും നമ്മൾ പഠിക്കും. പക്ഷെ ഇതിൽ നമ്മൾ എമൗണ്ടുകൾ മാത്രം ആ പീരീഡ് കമ്പാരിസൺ മാത്രം കുറച്ച് ചേഞ്ച് ആകും. Yeah, this period comparison is going to change again. So standard asset namalkariam, it is nothing but wherein you are getting all incomes correctly. So standard asset ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പീരീഡ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്ന് വരെ കറക്റ്റ് ആയിട്ട് പൈസ കിട്ടുന്നുണ്ടോ അന്ന് വരെ അത് സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. അപ്പോൾ ഏതിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്? പീരിയഡ് വൈസ് ബൈഫിക്കേഷൻ ഫ്രം വെൻ ഇറ്റ് ഇസ് ബിക്കമിങ് ആൻ NPA. So ഇവിടെയും you have a bifurcation as NBFC deposit taking, non-deposit taking systemically important ഒരിടത്തും non systemically important ഒരിടത്തും. ഈ ബൈഫിക്കേഷൻ വീണ്ടും പറയുന്നു വന്നിരിക്കുന്നത് ബിക്കോസ് ഈ രണ്ട് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യേണ്ട മന്ത്സ് അല്ലെ പെർസെൻറ്റേജ് അല്ലെ വാല്യൂ ഒന്നാണ്, നോൺ സിസ്റ്റമിക്കലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഈ തരംതിരിക്കൽ നമ്മൾ നടത്തിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ലെറ്റ് us take up substandard asset. Substandard asset എപ്പോഴാകും? Substandard asset ആവുന്നത് ആദ്യമേ it has to become an NPA. NPA എങ്ങനെയാവും? ഇൻകം ഡ്യൂ ആയിട്ട് 3 മാസം അതിന് മേലെ ആയിട്ട് പോലും ഇതുവരെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ NPA ആവും. NSIക്ക് വേറെയാണ് 6 മാസം അല്ലെങ്കിൽ മേലെ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് NPA-യിൽ സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുള്ളും ലോസ് അസറ്റ്സും എപ്പോഴൊക്കെയാണ് ആവുന്നത്. So the first category is substandard asset. So when does an asset become substandard? An asset becomes substandard when it is lying in or lying as NPA for more than yeah. First category deposit taking systemically important NBFC deposit taking NBFC it will be an asset which has been an NPA for more than 12 months. For more than 12 months will be categorized as a substandard asset. അതായത് NPA-യിൽ വന്നതിന് ശേഷം NPA ആയിട്ട് 12 മാസം കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു 12 മാസം not more than lying as NPA for period not exceeding 12 months. Sorry, I have written it incorrectly. NPA ആയിട്ട് 12 മാസമായിട്ടും NPA തന്നെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആ 12 മാസം എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി 12 മാസം വീണ്ടും ഈ അമെൻമെന്റ് വന്നിരിക്കുന്നത് ആസ് ഓൺ 31st March 2018 കണക്കാണ്. അപ്പൊ 2017 വരെ ഈ ഒരു 12 മാസത്തിന് പകരം 14 മാസമായിരുന്നു നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതും നിങ്ങളുടെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. 14 മാസമായിരിക്കും പലയിടത്തും കാണുക. പുതിയ അമെൻഡഡ് ടെക്സ്റ്റിൽ മാത്രം ആ 14 ബോൾഡ് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നൗ ഇറ്റ് ഇസ് 12 months എന്നുള്ളത്. So as on 31st March 2018 you have to check whether the NPA is NPA for a period of maximum 12 months. ആ 12 മാസം വരെ substandard asset ആയിരിക്കും. 40 ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ അൺഫോർച്ചുനേറ്റ്ലി 2017 അതിന് മുന്നത്തെ കണക്കാണെങ്കിൽ അപ്രോപ്രിയേറ്റ്ലി നിങ്ങൾ ഈ മാസങ്ങൾ എടുത്തെഴുതണം. അതുകൊണ്ടാണ് പഴയ മാസവും ഞാൻ ഒന്നും കൂടെ പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ വന്നെന്നും ഇരിക്കാം. പക്ഷെ മജോറിറ്റി ചാൻസ് ഇസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ക്വസ്റ്റ്യൻസ് ആസ് ഓൺ 31st March 2018 ബട്ട് വി നെവർ നോ. സോ അതുകൊണ്ട് തൊട്ട് മുന്നത്തെ ഒരു 1-2 പ്രാവശ്യത്തെങ്കിലും ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കാം. ഇനി സ്റ്റാൻഡേർഡ് അസറ്റ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ലെറ്റ് us go to doubtful assets അല്ലേ? Doubtful assets.
So doubtful assets again, if it is lying as a substandard asset. Lying as substandard for a period exceeding 12 months. 12 മാസമായിട്ടും സബ്സ്റ്റാൻഡേർഡ് ആണ്, അതും കഴിഞ്ഞ് അത് വീണ്ടും മുന്നോട്ട് നോൺ പെർഫോമിംഗ് അസറ്റ് തന്നെയാണെങ്കിൽ then you say that it is a doubtful asset. ഇനി ഡൗട്ട്ഫുൾ അസറ്റിന് 3 ബൈഫിക്കേഷൻ നമ്മൾ എവിടെ പഠിച്ചിരുന്നു? ബാങ്കിങ്ങിൽ പഠിച്ചിരുന്നു. ആ ബൈഫിക്കേഷൻ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. സോ ദിസ് ഈസ് ഐഡിയലി ഫോർ D1 category. For D2 എന്താകും? 1 year to 3 years and D3 will be more than 3 years. ആ ബൈഫിക്കേഷൻ തന്നെയാണ്. പക്ഷേ ടെക്സ്റ്റിൽ ആ ഒരു D2 ആൻഡ് D3നെ കുറിച്ച് സ്പെസിഫിക്കലി ഒന്നും പറയുന്നില്ല. ഇവിടെ 12 months ഡൗട്ട്ഫുൾ എപ്പോഴാണ് ആകുന്നത് എന്നുള്ളതിന്റെ എമൗണ്ട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇസ് ഇൻ ലൈൻ വിത്ത് വാട്ട് യു ഹാവ് ലേൺഡ് ഇൻ യുവർ banking company. And finally the third main category is loss assets. Loss assets ന് നിങ്ങൾ പീരീഡ് ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. If the management or the auditor has certified that this is completely lost and you are not going to fetch anything, then you will treat it as a loss asset. അതിന് ആ പീരീഡിന്റെ ചെക്ക് ഒന്നും നമ്മൾ നടത്തേണ്ട കാര്യമില്ല. Now this 12 months is as on 31st March 2018 and it is for deposit taking NBFC and systemically important non-deposit taking NBFC. So ഇതേ പെർട്ടിക്കുലേഴ്സിൽ നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റിന് എന്ത് മാത്രമാണ് നമ്മൾ ചേഞ്ച് വരുന്നത്? 12 മാസം എന്നുള്ളത് പ്രസന്റ്ലി 18 മാസം നടക്കും, അത്രേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പെർട്ടിക്കുലേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഹെഡിങ്ങും ഈ ഡേറ്റ്സും മാത്രം ഓർത്താൽ മതി. 12 months ആണ് പ്രസന്റ്ലി ഫോർ രണ്ട് ടൈപ്പ് ഓഫ് NBFC ക്ലബ് ചെയ്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ്ലി നിൽക്കുന്ന ഈ നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റിന് 18 മാസമാണ് രണ്ട് സമയത്തും ചെക്ക് ചെയ്യേണ്ടത് ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ്സ് എ സബ്സ്റ്റാൻഡേർഡ് അസെറ്റ്, ഡൗട്ട്ഫുൾ അസെറ്റ് ആൻഡ് ലോസ് അസെറ്റ്. Yeah, so I hope it is clear. Now if you are clear with this, in this flow itself we will take up the other area which is linked to these classifications, which is nothing but provisioning requirement. ഇതെല്ലാം ലിങ്ക് ചെയ്ത് കിടക്കുന്നവരാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ആൻഡ് ഇത് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്, ഹെഡിങ്ങിലൊന്നും ഒരു മാറ്റമില്ല. അകത്തെ കണ്ടന്റ് ആണ് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. പ്രൊവിഷനിങ് റിക്വയർമെന്റിന് അഗെയിൻ നമ്മൾക്ക് ഹെഡിങ് എന്തൊക്കെയാണ് വേണ്ടത്? NBFC ഡെപ്പോസിറ്റ് ടേക്കിങ്ങിനെയും സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിങ്ങിനെയും ഒരുമിച്ചിടുക, നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റിനെ സെപ്പറേറ്റ് ഇടുക. ഇനി പ്രൊവിഷനിങ് നമ്മൾ ബാങ്കിങ്ങിൽ പഠിക്കുമ്പോൾ ഏതായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്? സ്റ്റാൻഡേർഡ് അസറ്റ്സ് അല്ലേ? സ്റ്റാൻഡേർഡ് അസറ്റ്സിൽ നമ്മൾക്ക് റിയൽ എസ്റ്റേറ്റ്, ഹൗസിംഗ് സെക്ടർ എന്നൊക്കെ പറഞ്ഞൊരു വലിയ കാറ്റഗറി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒന്നും പറയാതെ വെറുതെ സ്റ്റാൻഡേർഡ് അസറ്റ് തന്നിരുന്നെങ്കിൽ we said that you have to assume as other കാറ്റഗറിയിലെ 0.4% എന്ന് അസ്യൂം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ NBFCയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു ബൈഫിക്കേഷൻ അല്ലെങ്കിൽ തരം തിരിക്കലൊന്നുമില്ല. സ്റ്റാൻഡേർഡ് അസറ്റ് ഏത് ടൈപ്പ് ഓഫ് അസറ്റ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് അസറ്റ് ആണോ ഒറ്റൊരു പെർസെൻറ്റേജ് മാത്രമേ പ്രൊവിഷനിങ് റിക്വയർമെന്റിൽ ഉള്ളൂ. അതും 0.4% ആണ് ഫോർ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആൻഡ് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദിസ് ഇസ് ആസ് ഓൺ 31st March 2018. അപ്പോൾ 31st March 2017 എങ്ങനെയായിരുന്നു? 31st March 2017 it was 0.35%. 2016 it was 0.3% and 2015 it was 0.25%. അപ്പോൾ 2015 ശരിക്കും 0.25% സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും ബാങ്കിങ്ങിൻ്റെ അതേ രീതിയിൽ NPA അളക്കുന്ന ആ ഒരു മന്ത്സിനെ ബാങ്കിന്റെ അതേപോലെ തന്നെ ആക്കാൻ RBI എങ്ങനെ ശ്രമിച്ചോ അതുപോലെ തന്നെയാണ് പ്രൊവിഷനിങ് റിക്വയർമെന്റിലും സ്റ്റാൻഡേർഡ് അസറ്റിന്റെ 0.25 കിടന്നതിനെ ബാങ്കിന്റെ അതേ പൊസിഷനിലേക്ക് എത്തിക്കാൻ RBI ഓരോ പാർട്ടായിട്ട് അമെൻമെന്റ് വരുത്തുകയാണ്. സോ 15 0.25 ആയിരുന്നു, അതിലേക്ക് ഓരോ 0.05% വെച്ച് ആഡ് ചെയ്ത് 2018 എത്തിയപ്പോൾ
ബാങ്കിങ്ങിലെ പോലെ തന്നെ 0.4% ആണ്. ഇനി ഇവിടെ മാത്രം സ്റ്റാൻഡേർഡ് അസറ്റ്സിൽ മാത്രം ഒരു ചേഞ്ച് ഉണ്ട് when it comes to non-systemically important NBFCs. Non-systemically important NBFCs as on 31st March 2018-ലും എത്ര തന്നെയാണ് 0.25% തന്നെയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. Then we have substandard asset. Substandard asset in banking we had secured and unsecured. Unsecured വീണ്ടും infrastructure others എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ simplified ആണ്. We don't have any such bifurcation. Substandard asset ഏത് type of asset ആണെങ്കിലും you have to apply 10%, and that is going to be uniform for both deposit taking systematically deposit categoryയും non systematically category. അതായത് ഈ ഒരു പ്രൊവിഷനിങ് റിക്വയർമെന്റിൽ ഓർത്തിരിക്കേണ്ടത് സ്റ്റാൻഡേർഡ് അസറ്റിൽ മാത്രമേ ഈ രണ്ട് ഹെഡിങ്ങിന്റെ ആവശ്യമുള്ളൂ. സ്റ്റാൻഡേർഡ് അസറ്റ് കഴിഞ്ഞ് സബ് സ്റ്റാൻഡേർഡിലേക്ക് കയറി കഴിഞ്ഞാൽ NBFC ഏത് നേച്ചറിലുള്ളതാണെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരേ പ്രൊവിഷനാണ്, 10%, 10% and so forth. Next is doubtful asset. Doubtful assetനും we had secured and unsecured എന്നൊക്കെയുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ unsecured, let us take up that unsecured D1, D2 and D3 category. Unsecured is 100% in any category if it falls. Unsecured ആണോ 100% പ്രൊവിഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. Secured ആണോ, if doubtful assets are secured, D1, D2, D3, the percentage of provision are very simple, 20%, 30% and 50%. ബാങ്കിൽ അതെങ്ങനെയായിരുന്നു 25, 40 and 100. അതിന് പകരം നമ്മൾക്ക് ഇവിടെ ഉള്ളത് ഏത് ടൈപ്പ് ഓഫ് NBFC ആണെങ്കിലും 20%, 30% and 50%. And finally loss assets. Loss assets same, എവിടെയും ഏത് ടൈപ്പ് ഓഫ് NBFC ആണെങ്കിലും 100% provision create ചെയ്യും. Now this provisioning requirement is for all assets except leasing and hire purchase transactions. I hope it is clear. Leasing and hire purchase transactions. So leasing and hire purchase in a provision കണ്ടുപിടിക്കാൻ മറ്റൊരു മെത്തേഡ് ഉണ്ട്, that we will take up now. But before taking up that, let us work out problems related to what we have learned till now. ഇപ്പോൾ പഠിച്ചത് വരെ ഉള്ളതൊന്ന് നമ്മൾക്ക് ഒന്ന് എഴുതിയെടുക്കാം, അതിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, which is in relation to this provision. Calculate the provision to be made against advances by NBFC as per prudential norms from the following data: standard assets, substandard, doubtful, loss assets ഒക്കെ തന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് NBFC ഏത് ടൈപ്പിലുള്ള NBFC ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതായത് ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആണോ, സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആണോ, നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് പറയുന്നില്ല. സോ therefore we are going to assume, നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ഇറ്റ് ഈസ് NBFC ഡെപ്പോസിറ്റ് ടേക്കിങ്ങും NBFC നോൺ ഡെപ്പോസിറ്റ് ടേക്കിങ്ങിൽ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ക്വസ്റ്റനിൽ ഒരു ഇൻഡിക്കേഷനും ഇല്ല, എൻ്റെ അസംഷൻ മാത്രമാണ്. So now with this in mind, let us work out the provision. ഇനി പ്രൊവിഷൻ കണ്ടുപിടിക്കേണ്ട ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബാങ്കിങ്ങിൽ ചെയ്തതുപോലെ തന്നെയാണ്. particulars, ലോൺ ലാക്സിലാണ് തന്നിരിക്കുന്നത്, provision percentage and provision in lakhs. First was
standard assets 10,000. Lakhs already ഹെഡിങ്ങിലുണ്ട്, അപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യം ഇല്ല. ഇനി നമ്മൾക്ക് ഡേറ്റും തന്നിട്ടില്ല അല്ലേ. സോ വി ആർ ഗോയിങ് ടു അസ്യൂം ആസ് ഓൺ 31st March 2018 പ്രകാരമുള്ള, കാരണം അതിന് മുൻപത്തെ സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ റേറ്റ് വേറെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡേറ്റ് ഒന്നും തരാത്തതും റീസെൻറ്റ് നമ്മൾ ചെയ്യുന്നതായത് കാരണം ആ ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു വർക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റ്സിൻ്റെ പ്രൊവിഷൻ എന്തായിരുന്നു? 0.4%. 0.25 എപ്പോഴാണ് ആകുന്നത്? ഇഫ് യു ഹാഡ് അസ്യൂംഡ് ഇറ്റ് ടു ബി എ നോൺ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് NBFC. So 10,000 into 0.4, which is 40 lakhs. Then you have substandard asset. Substandard asset ഏത് ടൈപ്പിലാണെങ്കിലും എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ്. And what is the substandard amount? 1,000 lakhs. So 100 lakhs is the provision amount for substandard asset. Next we have doubtful assets. അതിൽ unsecured portion. Unsecured portion ഏത് പീരീഡിലെ ഉള്ള D1, D2, D3 ഏതാണെങ്കിലും എത്ര പെർസെൻറ്റേജ് ആണ്? 100% പ്രൊവിഷൻ ആണ്. ഇനി എത്രയാണ് unsecured portion of doubtful debts? 90 lakhs. So therefore my provision will be 90 lakhs again. Then we have doubtful assets, secured portion. D1, D2 and D3. Let us write the percentage. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു 20%, 30% and 50%. Yeah? So therefore 20, 160, 70 and 20. So 160, 70 and 20. And finally, loss assets. 100% ആണ് provision create ചെയ്യേണ്ടത്. And it is 30 lakhs ആണ് amount of assets. Full 30. Therefore, my provision is going to be 323 lakhs. Yeah, total provision. Now maybe ഇതിന് താഴെ അല്ലെങ്കിൽ സൈഡിലായിട്ട് നിങ്ങൾക്ക് നോട്ട് എഴുതാം. If I had assumed, if it was NBFC, non-deposit taking, non-systemically important category, standard asset alone change varum. Standard asset would have been, provision for standard asset would have been 25 because 10,000 into 0.25% ആയാണ്. So അങ്ങനെയാണെങ്കിൽ, and hence total provision would have been $308 lakhs. എഴുതിയാൽ നല്ലതാണ്. സോ കാരണം ക്വസ്റ്റ്യന് ക്ലിയർ അല്ലാത്ത കാരണം രണ്ട് ഓപ്ഷനും നമ്മൾ ചെയ്തതായിട്ടപ്പോൾ നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിഫറൻസ് നമ്മൾക്ക് അറിയാവുന്ന കാര്യം നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇസ് കംപ്ലീറ്റ്. ഇതൊക്കെ എക്സാമിന് വന്നതാണ്. ഓൾമോസ്റ്റ് സിമിലർ ആണ് ബാങ്കിങ് കമ്പനി പോലെ തന്നെ അല്ലേ. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ മാത്രം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ചാപ്റ്ററും കൂടെ ക്ലബ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്കും എളുപ്പമാണ് ഓർത്തിരിക്കാൻ. So provisioning requirements. Now we had taken up the provisioning requirements of assets except leasing and hire purchase transactions. So therefore now let us take up provisioning of
leasing and hire purchase transactions. അവരുടെ പ്രൊവിഷൻ നമ്മൾക്കൊന്ന് നോക്കാം. അതിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീസിംഗ് ആൻഡ് ഹയർ പർച്ചേസ് ട്രാൻസാക്ഷന് രണ്ട് പ്രൊവിഷൻ ഉണ്ട്. വൺ ഇസ് ദ മെയിൻ പ്രൊവിഷൻ ആസ് പെർ പാരഗ്രാഫ് 9 subsection 2 clause 1 of the directions, that the companies ഡയറക്ഷൻസ് തന്നിരിക്കുന്നത് എന്താണോ അതാണ് ഏറ്റവും ആദ്യത്തെ. So first is directions തന്നിരിക്കുന്ന ഡയറക്ഷൻസിനകത്ത് പാരഗ്രാഫ് 9 സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ ക്ലോസ് 1 പ്രകാരമുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ പ്രൊവിഷൻ ഓൾസോ മൈറ്റ് ബി റിക്വയർഡ്. അപ്പോൾ ഈ രണ്ടും കൂടെ ചേരുന്നതാണ് total provision for a leasing and hire purchase transaction done by NBFC. Yeah, so first let us try to understand എങ്ങനെയാണ് leasing and hire purchase ലെ provisions കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും ആദ്യം let us take up provision as per para 9(2). അത് തന്നെ എന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. For that you have to take the sum of all installments overdue and future installments. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? സം ഓഫ് ഓൾ ഇൻസ്റ്റാൾമെന്റ്സ് ഓവർ ഡ്യൂ ആൻഡ് ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ്. ഇമാജിൻ 30 ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നു നമ്മളുടെ ഈ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 എണ്ണം ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇനി എത്രയുണ്ട്? 20 എണ്ണം. അതിൽ അടുത്ത ഒരു 5 എണ്ണമാണ് ഡ്യൂ ആയിട്ട് നമ്മൾ പേ ചെയ്യാതിരിക്കുന്നത്. So ഈ 5 എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്യൂ ആയി, ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് യെറ്റ്. ദാറ്റ് മീൻസ് ദീസ് 5 ആർ ദ overdue category. അപ്പോൾ ഡ്യൂ ആയി, പക്ഷെ നമ്മൾക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. ആ ഇൻസ്റ്റാൾമെന്റ്സിന്റെ ടോട്ടലും along with that you have to add the future installments. അതായത് overdue അല്ലാതെ ഇനിയും ഡ്യൂ ആവാനുള്ള, എന്നാൽ ഞാൻ കൊടുത്തു തീർക്കാനുള്ള ഫ്യൂച്ചറിലെ ബാക്കി ഇൻസ്റ്റാൾമെന്റ്സും അത് എത്രയാണ്? 20 ടോട്ടലി ഇനി അടയ്ക്കാനുള്ളത്. അതിൽ 5 എണ്ണം ഡ്യൂ ആയി ഞാൻ കൊടുത്തിട്ടില്ല. therefore I name it as overdue. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഡ്യൂ ആയാൽ കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെന്റ്സ് എത്രയാണ്? ബാക്കി 15. ഈ രണ്ട് കാറ്റഗറി ഓഫ് ഇൻസ്റ്റാൾമെന്റ്സിന്റെ ടോട്ടൽ എടുക്കുക. സോ ഇൻസ്റ്റാൾമെന്റിന്റെ ടോട്ടൽ ആണ്. അപ്പോൾ അതിൽ എന്തടങ്ങിയിട്ടുണ്ട്? പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പം നിങ്ങൾ ഹയർ പർച്ചേസ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരണം. സോ ഇൻസ്റ്റാൾമെന്റ് എന്ന് വെച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്നത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. So first point is to add up all the installments that are overdue, not paid yet, plus the future installments which are going to become due and which you will have to pay in future. ഇതിന്റെ എല്ലാത്തിന്റെയും ഇൻസ്റ്റാൾമെന്റിന്റെ ടോട്ടൽ എടുക്കുക. ഇനി ഇൻസ്റ്റാൾമെന്റ് എന്ന് വെച്ചാൽ അതിനകത്ത് പ്രിൻസിപ്പലും കാണും, ഇൻട്രസ്റ്റ് പോർഷനും കാണും. Anyway, leave it at that. So after this, reduce the interest or finance portion
ഓഫ് ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ്സ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലെ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ്സ് ഏതാണ്? ഇനി വരാനിരിക്കുന്ന 15ആണ്. അതിലെ ഇൻട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം അത് ഇതുവരെയും ബുക്സിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തോ? ഇല്ല. ഓവർ ഡ്യൂ ആയതാണ് നമ്മൾ ഓരോ വർഷം കിട്ടുമെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് ഓവർ ഡ്യൂ ആയത് കാരണം NPA പോകുന്നത് അല്ലേ? അപ്പോൾ അത് സ്റ്റിൽ അണ്ടർ പ്രൊവിഷനിങ്. അത് പ്രൊവിഷൻ ചെയ്താലും കുഴപ്പമില്ല. കാരണം ഓൾറെഡി ആ ഇൻകം എനിക്ക് കിട്ടേണ്ടതായിരുന്നു, എനിക്കതിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ റെക്കഗ്നൈസ് ചെയ്താണ്. പക്ഷെ എന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. സോ അതിനും എനിക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇതുവരെ കിട്ടാത്ത ഒരു ഫ്യൂച്ചർ ഇൻകത്തിന് വേണ്ടി ഞാൻ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ പ്രിൻസിപ്പലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് നമ്മൾ മുടക്കിയ മുതലാണ് അല്ലേ? നമ്മൾ മുടക്കിയ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് വിച്ച് യു ഹാവ് ടു റിക്കവർ ബാക്ക്. അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഇതുവരെ ഏൺ ചെയ്യാത്ത, ഭാവിയിൽ ഇൻകം ആയേക്കാൻ സാധ്യതയുള്ള ഇൻട്രസ്റ്റ് അല്ലെ ഫൈനാൻസ് പോർഷൻ പ്രൊവിഷനിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതുവരെ ഡ്യൂ ആവാതെ ഫ്യൂച്ചറിലെ ഇൻസ്റ്റാൾമെന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന അത്രയും ഇൻസ്റ്റാൾമെന്റിലെ ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. വിച്ച് മീൻസ് ഈ രണ്ട് ലൈൻ ഐറ്റത്തിന്റെ അർത്ഥം എന്താണ്? ഓൾറെഡി ഡ്യൂ ആയി ഓവർ ഡ്യൂ ആയി കിടക്കുന്ന ഇൻസ്റ്റാൾമെന്റ് മുഴുവൻ എടുക്കണം. അതിൻ്റെ കൂടെ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റിലെ പ്രിൻസിപ്പൽ പോർഷൻ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾമെന്റ് എന്ന ഹെഡിങ്ങിൽ അല്ലെങ്കിൽ ആദ്യത്തെ പോയിന്റിൽ കൊടുത്ത സ്ഥിതിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പൊ കയറിയിരിക്കുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റിന് പ്രിൻസിപ്പൽ പോർഷൻ മാത്രം പ്രൊവിഷനിങ്ങിന് വേണ്ടി എടുക്കുകയാണ്. So I hope that is clear. So sum of all installments overdue and future installments minus interest or that finance charge of future installment minus depreciated value of the asset. Minus depreciated value of the asset. അതായത് ഏത് അസറ്റ് ആണോ നമ്മൾ ഈ ഹയർ പർച്ചേസ് അല്ലെങ്കിൽ ലീസിംഗ് എഗ്രിമെന്റിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഡിപ്രിസിയേഷൻ ടിൽ ഡേറ്റ് വരെ എന്താണോ നമ്മൾ ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അന്ന് വരെയുള്ള ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ എന്താണോ അതും കൂടെ നമ്മൾ കുറയ്ക്കണം. അത് കഴിഞ്ഞ് കിട്ടുന്നതാണ് വി ക്യാൻ സേ ദാറ്റ് പ്രൊവിഷൻ ആസ് per para 9 subsection 2 clause 1 of directions. Yeah. So this is the first provision. ഇനി എന്താണ് ഈ depreciated value? For NBFCs, please note that നമ്മൾ apply ചെയ്യുന്ന depreciation model is SLM and for 20%. 5 കൊല്ലത്തേക്ക് 20% എന്നുള്ള രീതിയിൽ SLM ബേസിസിലാണ് നമ്മൾ ഈ ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് അസറ്റ്സിന്റെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സോ ഡിപ്രിഷിയേറ്റഡ് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കേണ്ടത് എന്തായിരിക്കും? ഓരോ അസറ്റിന്റെയും ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാണോ ആ എമൗണ്ട്. സോ അതും റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ provision as per paragraph 92. Now we move on to the additional provision. എന്താണ് additional provision? Additional provision നമ്മൾ create ചെയ്യുമ്പോൾ we have to check two things. When hire purchase installments അല്ലെങ്കിൽ lease rentals are overdue up to 12 months. അതായത് ഡ്യൂ ആണ്
ഡ്യൂ ആയി നമ്മൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഓവർ ഡ്യൂ ആയി 12 മാസം വരെ ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ക്രിയേറ്റ് എനി അഡീഷണൽ പ്രൊവിഷൻ. അഡീഷണൽ പ്രൊവിഷന്റെ ആവശ്യം ഇല്ല. പെർട്ടിക്കുലേഴ്സ്. ഇനി ഹയർ പർച്ചേസ്, ഇൻസ്റ്റാൾമെന്റ്, ലീസ്, റെന്റൽസ് ആർ ഓവർ ഡ്യൂ more than 12 months but less than 24 months ആണെങ്കിൽ you have to create additional provision to the extent of 10%. ഇനി ഇതേ ലീസ് റെന്റൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് are due for more than 24 months but less than 48 months ആണെങ്കിൽ, 36 months ആണെങ്കിൽ %40. Now same way it is more than 36 months but less than 48 months ആണെങ്കിൽ 70%. And finally overdue for more than 48 months, അതായത് overdue for more than 4 years ആണെങ്കിൽ full 100%. Yeah? So ഇതാണ് അഡീഷണൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10% എന്നൊക്കെ പറയുന്നത് ഏതിന്മേലാണ് നമ്മൾ എടുക്കേണ്ടത്? These additional provisions are on net book value. Now what is this net book value? Net book value ഈ ഒരു ഫോർമുലയോട് ലിങ്ക്ഡ് ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രൊവിഷൻ ആസ് പെർ പാര 9 ലിങ്ക്ഡ് ആണ്. അതായത് ഈ ഫോർമുല തന്നെ നമ്മൾ നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സോ if you write it as a separate formula again, format will be kind of similar. And then sum of all installments overdue and future installments minus interest on future installments minus ഈ പ്രൊവിഷൻ കുറച്ചാൽ പ്രൊവിഷൻ ആസ് പെർ പാര 9(2)(1) കുറച്ച് കഴിഞ്ഞാൽ you will arrive at the net book value. So if you remember, ideally speaking, either provision as per para 9 clause 1 അല്ലെങ്കിൽ net book value ഏത് ഓർത്താലും ഈസിയാണ്. കാരണം ഈ ഫോർമുല തന്നെ തിരിച്ചിടുന്നതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പ്രൊവിഷൻ കണ്ടുപിടിക്കാനായിരുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നെറ്റ് ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു. സോ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ആ പ്ലസ് മൈനസ് അഡ്ജസ്റ്റ് ചെയ്ത് we would have arrived at the resultant figure. So this is the provisioning requirement for leasing and hire purchase transactions. So let us take up a question in that regard. Samvedan Limited is an NBFC. It accepts public deposits and also deals in hire purchase business. It provides you with the following information regarding major hire purchase deals. Few machines were sold on hire purchase basis. The hire purchase price was set at rupees 100 lakhs as against the cash price of 80 lakhs. The amount was payable as 20 lakhs down payment and balance in 5 equal installments. This is hire vendor. The hire vendor collected first installment as on 31st March 2017 but could not collect the second installment which was due on 31st March 2018. The company is finalizing accounts for the year ending 31st March 2018. Till May 15, the date on which the board of directors signed the accounts,
The second installment was not collected. Presume IRR to be 10.42%. You are required to answer the following. What should be the principal outstanding on 1/4/2017? Should the company recognize finance charge for the year 17-18 as income? What should be the net book value of assets on 31st March 2018 so far? Samvedan Limited is concerned as per as NBFC prudential norms requirement for provisioning. What should be the amount of provision to be made as per prudential norms for NBFC laid down by RBI? So ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത്. സോ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് 10.42% എന്ന് നമ്മളോട് പറയുന്നുണ്ട്. So let us work out that. Question number 2. Question IRR തന്നിട്ടുണ്ട്. Therefore IRR വെച്ചിട്ടുള്ളതായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. So let us understand how much is the total interest involved in each installment. Installment എത്രയാണെന്ന് നമ്മൾക്കറിയാം. നമ്മൾക്ക് ആകെപ്പാടെ അറിയാവുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ ഹയർ പർച്ചേസ് പ്രൈസ് ആണ്. അത് എത്രയുണ്ട്? 100 in lakhs പറയുകയാണെങ്കിൽ 100. Cash price of the asset was 80 lakhs. But anyway, higher purchase from NBFC's point of view, NBFCയുടെ അസറ്റ് എന്താണ്? NBFC കൊടുക്കുന്ന ഈ ലോൺ ആണ്, ഹയർ പർച്ചേസ് ഫെസിലിറ്റി ആയിട്ട് കൊടുക്കുന്ന ഈ ലോൺ ആണ്. അപ്പോൾ അവരുടെ ഹയർ പർച്ചേസ് പ്രൈസ് 100 lakhs ആണ്. അതാണ് അവരുടെ അസറ്റ് പ്രൈസ്. അതിൽ ഡൗൺ പേയ്മെന്റ് വന്നു എത്രയാണ്? 20 lakhs. അപ്പോൾ ബാക്കി 80 lakh ആണ് ബാലൻസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റിലും കിട്ടേണ്ട എമൗണ്ട് എത്രയാണ്? എമൗണ്ട് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെന്റ് എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ബാലൻസ് ഇൻ 5 equal installments, which means 80 lakhs കിട്ടേണ്ടത് 5 ഇൻസ്റ്റാൾമെന്റ് വഴിയാണ്. അതായത് 80 divided by 5, which is 16 lakhs. സോ ഓരോ ഇൻസ്റ്റാൾമെന്റും കൊടുക്കേണ്ടത് 16 ലക്ഷമാണ്. ഇത് ഇൻസ്റ്റാൾമെന്റ് ആണ്, വിച്ച് മീൻസ് ഈ ഇൻസ്റ്റാൾമെന്റിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? You have a portion of interest as well as a principal portion. Now tell me how much is the interest portion and principal portion involved in this 80 lakhs. So adina I am going to find out the annuity factor of 10.42% in the question തന്നിട്ടുണ്ട്. At 5 years 5 കൊല്ലത്തെ annuity factor 10.24%. So the annuity factor of 10.42%, which is given in question as IRR, 5 വർഷത്തേക്ക് എത്രയാണ് അതുള്ളത്? 3.7505, which means present value of my installments are 16 ആണ് ഓരോ ഇൻസ്റ്റാൾമെന്റും. അതിൻ്റെ 3.7505, which is 60 lakhs. And therefore interest is equal to, അപ്പോൾ 80-നകത്ത് 60 പ്രിൻസിപ്പൽ ആണെന്ന് മനസ്സിലായി. സോ therefore ബാക്കി 20 ആണ് interest portion throughout 5 years you are going to earn. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ 2017 April 1 പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. സോ therefore HP ചാപ്റ്ററിൽ, ഹയർ പർച്ചേസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കിപ്പോൾ ഓർക്കണം. അതിൽ ഫസ്റ്റ് ലോൺ റീപേയ്മെന്റിന്റെ ആ ഒരു മോഡൽ.
loan repayment schedule. Year, opening principal അല്ലെ principal outstanding, installment, interest, principal repaid, and closing principal. Yeah, so that ഇങ്ങനെ കുറച്ച് മോഡുലേഷൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾക്ക് ക്ലോസിംഗ് പ്രിൻസിപ്പിൾ വേണം. അപ്പം ഈ പ്രിൻസിപ്പൽ റീപെയ്ഡ് എന്ന് പറഞ്ഞ കോളം ഐ ഡോണ്ട് തിങ്ക് വി ഡൺ ഇൻ HP ചാപ്റ്റർ, ബട്ട് സിൻസ് ഇറ്റ്സ് ദാറ്റ് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നോളും. ഇപ്പം എഴുതിയത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പം ആദ്യത്തെ വർഷം 2016-17 2016-17 നമ്മൾ പറയുകയാണ് ഓപ്പണിംഗ് പ്രിൻസിപ്പിൾ എത്രയാണ്? 60 പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ്. അതിൽ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ എത്ര അടയ്ക്കണം? 16 വെച്ചിട്ടാണ് ഓരോ വർഷവും അടയ്ക്കണം. അങ്ങനെ 5 കൊല്ലം കൊണ്ടാണ് 80 നമ്മൾ അടച്ചു തീർക്കേണ്ടത്. അത്രയും ക്ലിയർ. അതിൽ 60 ഓപ്പണിംഗ് പ്രിൻസിപ്പൽ നമ്മൾ. അതിനു വേണ്ടിയാണ് ഈ ഓപ്പണിംഗ് പ്രിൻസിപ്പിൾ എത്രയാണ് എന്നറിഞ്ഞാൽ മാത്രമാണ് ആ വർഷം ക്ലോസ് ചെയ്യുമ്പോഴുള്ള എൻ്റെ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് കിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ് IRR വെച്ചിട്ട് നമ്മൾ 80യിൽ നിന്ന് പ്രിൻസിപ്പൽ പോർഷൻ എത്രയുണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചത്. സോ ഇൻട്രസ്റ്റ് എത്രയുണ്ട്? 60 into 10.42%. 10.42 ആണ് ഇൻട്രസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല, നേരെ അപ്ലൈ ചെയ്താലും മതി. 60 ഓപ്പണിംഗ് പ്രിൻസിപ്പൽ ഇൻറ്റു ഇൻട്രസ്റ്റ് വിച്ച് ഇസ് 6.252. സോ 16 എന്ന് പറയുന്ന ഇൻസ്റ്റാൾമെന്റിനകത്ത് പ്രിൻസിപ്പൽ ആയിട്ട് നമ്മൾ അടച്ചത് എത്രയാണ്? 9.748. How did we get that? This installment minus interest. And what is the closing principal? Opening principal il ninnu ee principal repaid korchu kazhinjal endu kittum? You will get the closing principal of each year. Yeah, so 60 ആയിരുന്നു വർഷം തുടങ്ങിയപ്പോൾ. അതിൽ 9.748 ഓൾറെഡി തീർന്നെങ്കിൽ ബാക്കി എത്രയുണ്ട്? 50.252. Now we will just quickly complete this table so that it's not left halfway through. അതിനുവേണ്ടി നമ്മൾക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. 17, 18 ഈ ക്ലോസിംഗ് പ്രിൻസിപ്പൽ ആകും, ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. അടുത്ത വർഷം ഓപ്പണിംഗ് ആവുന്നത്. വീണ്ടും 16 അടയ്ക്കുന്നു. ഈ 50.252ൽ 10.42% നമ്മൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. സോ therefore 5.236. So again 16ൽ 5.236 ഇൻട്രസ്റ്റിനാണെങ്കിൽ ബാക്കിയായിരിക്കും പ്രിൻസിപ്പലിന്. സോ therefore 39.488. .885. ഇവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ദിസ് ഇസ് വാട്ട് യു ഹവ് ലേൺഡ് ഇൻ ഹയർ പർച്ചേസ് ചാപ്റ്റർ. അപ്പോൾ ഞാൻ ആ കമ്പ്യൂട്ടേഷൻ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ ടിൽ 5 years. If 1.509 ആണ് വരുന്നത്.
ഇതാ റൗണ്ട് ഓഫ് ഡിഫറൻസ് ആണ്. ഈ റൗണ്ട് ഓഫ് ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ ലാസ്റ്റ് കോളം 0 ആയിക്കോളും. So now we have completed the loan repayment schedule also, and now let us come back to the question. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1/4/2017 പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 1/4/2017 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് ഡേ. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 20.252. So therefore principal outstanding on 1/4/2017 is equal to 50.252 lakhs ആണെന്ന് എഴുതിക്കോളുക കേട്ടോ. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഹെഡിങ് ഇൻ ലാക്സ് കൊടുത്തിട്ടുണ്ട്. 50.252 lakhs. അടുത്ത ചോദ്യം എന്ത്? Should the company recognize the finance charge for the year 2017-18 as income? അപ്പോൾ ഈ വർഷത്തെ ഇൻകം ആയിട്ട് 17-18 ഇൻകം എത്രയാണ്? ഇൻട്രസ്റ്റ് ആയ 5.236 റെക്കഗ്നൈസ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻകം റെക്കഗ്നീഷനിലേക്ക് പോകുക. ഇഫ് ദിസ് അസറ്റ് ഇസ് performing asset, you can recognize. If it is non-performing asset, you cannot recognize until you actually receive it. അപ്പോൾ ഇത് പെർഫോമിംഗ് ആണോ നോൺ പെർഫോമിംഗ് അസറ്റ് ആണോ എന്നൊന്ന് പറഞ്ഞേ. എന്ന് തൊട്ടാണ് ഡീഫോൾട്ട് തുടങ്ങുന്നത്? ഡീഫോൾട്ട് തുടങ്ങിയത് 2018 മാർച്ച് തൊട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്ന് വരെ this is a performing asset till 17-18 starting തൊട്ട് 17-18 അവസാനം മാർച്ച് 31 വരെ it is a performing asset. So if it is a performing asset, you can recognize income based on accrual basis. So income of 17-18 5.236 lakhs നമ്മൾക്ക് accrual basisൽ income ആയിട്ട് recognize ചെയ്യും. Yes, that is possible. Sentence നിങ്ങൾ തന്നെ ഫ്രെയിം ചെയ്തോളുക. Why is it possible? Because it's still a performing asset and it will turn to a non-performing asset only when the installments are overdue for more than 3 months or above. ഇപ്പോൾ 3 months എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ 31st March 2018 കണക്കാണ് അല്ലേ. അപ്പോൾ 18 നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് 3 മാസമോ അതിന് മേലെയോ ഡ്യൂ ആയാൽ മാത്രമാണ് NPA ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയുള്ളൂ. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എക്സ്പ്ലനേഷൻ. 3 months leasing asset and hire purchase in 3 months or more. So അതാണെങ്കിൽ NPA ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇതിന് മേലെ ആണെങ്കിൽ NPA ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ 2018 മാർച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡീഫോൾട്ടേ ആയുള്ളൂ. ഇതുവരെ നമ്മൾ ഫസ്റ്റ് ഡീഫോൾട്ട് കഴിഞ്ഞിട്ട് 3 മാസം പോലും കവർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് സ്റ്റിൽ എ പെർഫോമിംഗ് അസറ്റ് ആൻഡ് ഹെൻസ് യു ക്യാൻ റെക്കോർഡ് ദ ഇൻകം ഓൺ income recognition on accrual basis. രണ്ടാമത്തേത്, what should be the net book value of assets on 31st March 2018 so far Samdevan Limited is concerned as per NBFC prudential norms requirement for provisioning? അത് കഴിഞ്ഞിട്ടുള്ളതോ, what should be the amount of provision to be made as per prudential norms for NBFC laid down by RBI? അതായത് RBI പ്രകാരമുള്ള prudential norms, അതായത് പാരഗ്രാഫ് 9 സബ്സെക്ഷൻ 2 ക്ലോസ് 1 കുറിച്ചാണ് പറയുന്നത്. ആ പ്രൊവിഷനും കണ്ടുപിടിക്കുക, അതോടൊപ്പം ഈ അസറ്റിന്റെ നെറ്റ് ബുക്ക് വാല്യൂ കൂടെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇനി അഡീഷണൽ പ്രൊവിഷൻ ചോദിച്ചിട്ടില്ലെങ്കിലും പ്രൊവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ പ്രൊവിഷന്റെ ഭാഗമായിട്ട് അഡീഷണൽ പ്രൊവിഷൻ വരണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദ കണ്ടീഷൻ? If hire purchase installment or lease rentals are overdue up to 12 months, അതായത് ഡ്യൂ ആയി ഇതുവരെ കിട്ടിയില്ല എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്നത് 12 മാസം വരെ ആണെങ്കിൽ അഡീഷണൽ പ്രൊവിഷൻ ഒന്നും ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ ഡ്യൂ ആകുന്നത് എന്നാണ്? മാർച്ച് 2018 31 തീയതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇമാജിൻ 15 വരെ
എന്ന് ഇവിടെ പറയുന്നത് അല്ലെ. 15-ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ വെറും 15 days അല്ലെ, സോറി വെറും 1 month and 15 days കംപ്ലീറ്റ് ആയുള്ളൂ. എത്ര നാൾ വരെ അത് NPA ആയിട്ട് കിടന്നാൽ അല്ലെ ഓവർഡ്യൂ ആയിട്ട് കിടന്നാൽ അഡീഷണൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 12 മാസം വരെ, അതായത് 2019 മാർച്ച് 31 ആകുന്നിടം വരെ അഡീഷണൽ പ്രൊവിഷന്റെ ആവശ്യമില്ല. മറ്റേ പ്രൊവിഷൻ ആസ് പെർ പാരഗ്രാഫ് 9 subsection 2 clause 1 that is required based on the computation that you are going to arrive at. അഡീഷണൽ പ്രൊവിഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് ഈ ഓവർഡ്യൂ പീരീഡ് വെച്ചിട്ട് വേണം നോക്കാൻ. ഇനി if the question suggested that it was overdue from 12 months to 24 months കാറ്റഗറിയിൽ ആയിരുന്നെങ്കിൽ നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റിന്റെ 10% കൂടെ ഈ കിട്ടുന്ന പ്രൊവിഷന്റെ കൂടെ ആഡ് ചെയ്ത് 2 പ്രൊവിഷനും കൂടെ ചേർത്ത് വേണം നമ്മൾ ആൻസർ എഴുതാൻ. So let us take up question number 2ന്റെ നെറ്റ് ബുക്ക് വാല്യൂ അസറ്റ്സ് കണ്ടുപിടിക്കുന്നത് ആദ്യം ചെയ്യാം. ഈ രണ്ടും പറഞ്ഞു ഇന്റർലിങ്ക്ഡ് ആണ്. net book value and sum of all installments overdue എന്നുള്ള ആ പോർഷൻ. So first let us find out provision as per start ചെയ്യേണ്ടത് sum of all installments overdue and future installments. How much is that? എത്ര ഉണ്ട് നമ്മൾക്ക് ഇനി ഓരോ ഇൻസ്റ്റാൾമെന്റും നമ്മൾക്ക് കിട്ടേണ്ടത് എത്രയാണ്? 16 ലക്ഷം വെച്ചിട്ടാണ്. എത്ര ഇൻസ്റ്റാൾമെന്റ് അടച്ചു? ഒരെണ്ണേ അടച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി ഓവർഡ്യൂ ആയത് ഒരെണ്ണവും ഫ്യൂച്ചറിൽ എത്രയും കൂടെ ഉണ്ടായിരുന്നു? 3. അതായത് ഇനിയും അടയ്ക്കാനായിട്ട് ടോട്ടലി എത്രയുണ്ട്? 4 എണ്ണം. So therefore that is 64 lakhs. Column starting in lakhs എന്ന് എഴുതിക്കോളൂ. So first is that. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓവർഡ്യൂ ആകാത്ത ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എലിമിനേറ്റ് ചെയ്യണം. So which means interest of future installments. ഈ ക്വസ്റ്റ്യനിൽ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ്സ് ഏതൊക്കെയാണ്? ഓവർഡ്യൂ ആയ ഇൻസ്റ്റാൾമെന്റ് ഏതാണ്? മാർച്ച് 31, 2018. I should have written it in questions. Unfortunately I have not. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 2017-18 അവസാനമാണ് ഓവർഡ്യൂ പൊസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റാൾമെന്റ് മാത്രമാണ് ഓവർഡ്യൂ എന്ന് പറയാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 3 വർഷമോ ഇറ്റ് ഇസ് ഫ്യൂച്ചർ. അപ്പോൾ ആ ഫ്യൂച്ചറിൽ അടങ്ങിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എല്ലാം കൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയുണ്ട്? 4.115 പ്ലസ് 2.876 plus 1.521 എന്ന് ഞാൻ എടുത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു ഡിഫറൻസ് ഐ എം ഗോയിങ് ടു അഡ്ജസ്റ്റ് ഹിയർ. അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഡിഫറൻസ് അപ്പം നിങ്ങളുടെ മെയിൻ ആൻസറിലും നമ്മൾ കണ്ടുപിടിക്കുന്ന ആൻസറിലും കണ്ടെത്തിരിക്കാം. ദാറ്റ് ഇസ് ഫൈൻ. ഞാൻ കുറച്ചൊന്ന് ക്ലീൻ അപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. സോ 4.115 പ്ലസ് 1.52 which is 8.512. സോ അത് കഴിഞ്ഞാൽ അടുത്തതോ depreciated value of assets till date. അസറ്റിന്റെ കോസ്റ്റ് എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്? ക്യാഷ് പ്രൈസ് വാസ് 80 lakhs. അപ്പോൾ അസറ്റിന്റെ വില 80 lakhs ആണ്. എന്നാണത് നമ്മൾ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷനിൽ കൊടുത്തത്? 2016-17 സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ നമ്മൾ ഏത് ഇയറിൽ എത്തി നിൽക്കുന്നു? വി ഹാവ്
crossed 2 years, 1617 and 1718. അപ്പോൾ 20% SLM ബേസിലാണ് ഹയർ പർച്ചേസിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ആ ഡിപ്രിസിയേഷനും കൂടെ കഴിഞ്ഞിട്ടുള്ള ബുക്ക് വാല്യൂ ആയിരിക്കും എൻ്റെ കയ്യിൽ ഉണ്ടാവുക അല്ലേ. So which means my depreciated value is 48 lakhs. So അതും കൂടെ കുറച്ച് കഴിയുമ്പോൾ you will arrive at the provision as per the prudential norms. ഈ prudential norms ന്റെ സെക്ഷൻ ഞാൻ എഴുതുന്നതേ ഉള്ളൂ ഇത്രയും നേരമായിട്ട്. prudential norms എന്ന് എഴുതിയാലും കുഴപ്പമില്ല. which is 48ഉം കഴിയുമ്പോൾ 48 plus 8.512 minus 64, which is 7.480. ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ നടത്തി അഡീഷണൽ പ്രൊവിഷൻ വേണ്ട എന്നുള്ള കാര്യം. കാരണം 12 മാസത്തിന് മേലെ ആയിട്ടില്ല ഓവർഡ്യൂ ആയി തുടങ്ങിയിട്ട്. അതായിരുന്നെങ്കിൽ ഇവിടെ ടേക്കൺ അഡീഷണൽ പ്രൊവിഷൻ ഓൾസോ. അപ്പോൾ പ്രൊവിഷൻ കഴിഞ്ഞു, അതായത് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ പോയിന്റ് സി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്? പോയിന്റ് ബി കമ്പ്യൂട്ട് ചെയ്യാനുണ്ട്. അത് ഓൾറെഡി നമ്മൾ സി എഴുതിയപ്പോൾ കണ്ടുപിടിച്ച കാര്യം തന്നെയാണ്. ഒന്ന് സെന്റൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഫ്രെയിം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സം ഓഫ് ഓൾ overdue and future installments. Again same thing we are going to write future installments. 16 ഓരോ ഇൻസ്റ്റാൾമെന്റിൽ അങ്ങനത്തെ 4 ഇൻസ്റ്റാൾമെന്റ് ആണ് ബാക്കിയുള്ളത്. 64 lakhs മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ്സ്. അതും തൊട്ട് മേലെ ചെയ്ത ആ വർക്കിംഗ് നോട്ട് അല്ലെങ്കിൽ ആൻസറിൽ തന്നെ കിടപ്പുണ്ട്. അവസാനത്തെ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് which is 8.512. And then to arrive at net book value you have to reduce the provision as per prudential norms. Or para 9 subsection 2 plus 1, which is 7.488. And then you will arrive at the net book value. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് കിട്ടും. How will we get it? Net book value will be 64 minus 8.512 minus 7.488, which is nothing but ഇനി depreciate ചെയ്ത് കളയാനുള്ള ബാക്കി നമുക്ക്. Yeah. So we have completed question number 2. So I hope it is clear. ഇതും പ്രൊവിഷനിങ്ങിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. പ്രൊവിഷനിങ് പ്ലസ് പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ കാണിക്കണം. പക്ഷേ പ്രൊവിഷനിങ്ങിന്റെ ലിസ്റ്റിൽ വരുന്നതാണ്. എന്നാൽ NBFCയിൽ പ്രൊവിഷനിങ് 2 ടൈപ്പ് ഓഫ് അസറ്റ്മെന്റ്. ഒന്ന് all assets other than leasing and hire purchase business. മറ്റൊന്ന് leasing and hire purchase businessന്റെ പ്രൊവിഷനിങ്. ലീസിംഗ് ആൻഡ് ഹയർ പർച്ചേസിന്റെ പ്രൊവിഷനിങ് ഇപ്പോൾ നമ്മൾ ചെയ്ത മോഡലാണ്. ബാക്കിയുള്ള ഏത് അസറ്റ് ആയിട്ട് ലോൺ NBFC കൊടുത്താലും അതെല്ലാം ബാങ്കിങ് കമ്പനിയിൽ ചെയ്തതുപോലെ തന്നെയുള്ള പ്രൊവിഷനിങ് ആയിട്ടുള്ള വളരെ സിമ്പിൾ മെത്തേഡാണ്. ചേഞ്ച് വന്നിരിക്കുന്നത് ഈ പെർസെൻറ്റേജസിൽ മാത്രമാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ പ്രൊവിഷനിങ് ഇസ് വെരി ഈസി. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 is over. Question number 4 you can try on your own. അതായത് ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, കുറേ അസറ്റിന്റെ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിനെ സബ്സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ തരം തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നിങ്ങളൊന്ന് തനിയെ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ ക്ലാസ് വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ബിക്കോസ് വി ഹാവ് brushed up a lot of ഏരിയാസ്. ഇനിയുള്ള 2 ചെറിയ ഏരിയ ആണ്, പക്ഷെ അവിടെയും ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആണ്. കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട് ബാങ്കിങ് കമ്പനിയിൽ നിന്ന്. സോ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ആ 2 ടോപ്പിക് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാൻ. ആൻഡ് വിത്ത് ദാറ്റ് ക്ലാസ് വി വിൽ വൈൻഡ് അപ്പ് ദിസ് ചാപ്റ്റർ. പക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈപ്പ് മാത്രമേ. കുറച്ചുള്ള എമൗണ്ട് മാറ്റങ്ങളോ കുറച്ച് വേരിയേഷൻസ് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. സോ ഇത്രയും നിങ്ങളൊന്ന് നല്ലപോലെ റിവൈസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ക്ലാസ് we will take up the rest of the 2 theories and its problem. With that we will wind up this chapter. So please try out
any additional questions in the similar manner if you have from your textbook. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി തിയറി കിടപ്പുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ എലാബറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ഇറ്റ്, ബട്ട് കൺസൈസ് ചെയ്ത് നമ്മൾക്ക് വേണ്ടത് മാത്രമേ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ ഇഫ് യു വോണ്ട് ടു സേവ് ടൈം യു ക്യാൻ ജസ്റ്റ് റെഫർ ടു ദ theory that we are discussed in, take note of it in your notebook and then you can revise from that. But if you want to go detailed, അത് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് എടുത്തുകൊള്ളുക. So till we meet again, stay safe and